അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ ഈ മഹല്ലത്തിൻ്റെ സമുന്നതരായ സാരഥികളെ, പ്രിയം നിറഞ്ഞ പിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമുക്ക് വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി എല്ലാ ദിവസത്തിലും ഇങ്ങനെ ഒരു ക്ലാസ് നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നാട്ടിലെ ആചാരവും നാട്ടിലെ നിയമവുമൊക്കെ അനുസരിച്ച് നോമ്പ് അവസാനിച്ചു എന്നത് തോന്നിപ്പോവുകയാണ്. പക്ഷേ അള്ളാഹു നോമ്പ് നോറ്റവർക്കാണ് പെരുന്നാളുള്ളത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു ദിവസത്തെ ഏറി വന്നാൽ നമുക്ക് ശ്രേഷ്ഠമായ ഈദ്ഗാഹ്, അത് കഴിഞ്ഞ് കുടുംബ സന്ദർശനം, അത് കഴിഞ്ഞ് നമ്മളുടെ ആ പര്യവസാനം, ആ ഒരു ദിവസത്തിനു വേണ്ടി നമ്മളുടെ അവസാനത്തെ പത്തുകളിലെ നിർണയ രാത്രി കഴിഞ്ഞുപോയോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെങ്കിലും, ഈ കൂടിയവരെങ്കിലും നോമ്പിൻ്റെ ആ ചൈതന്യം അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ യത്നിക്കണം. നമുക്ക് എന്താണ് അവശേഷിച്ചത് എന്ന് പറയാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. കൂടുതലും ഇന്ന് സാധാരണ ഞായറാഴ്ചകളിലാണ് വലിയ പൊതു ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. ഇത് നമ്മളുടെ പ്രാദേശികമായ ഉദ്ദേശ്യ ലക്ഷ്യത്തോടു കൂടിയുള്ള ക്ലാസ് ആയതുകൊണ്ട് പുരുഷന്മാരാണ് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ വീട്ടിലും നമ്മളുടെ നാട്ടിലുമുള്ള ഈ നോമ്പിനെ നമുക്കെന്ത് മാറ്റം വരുത്താൻ സാധിച്ചു എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടിയാണ് ഈ വിലപ്പെട്ട സമയം ഇവിടെ വിനിയോഗിക്കുന്നത്. ഒരു നോമ്പുകാരൻ എന്ന നിലയിൽ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലായത്? 27 നോമ്പ്, 26 നോമ്പ് കഴിഞ്ഞ് 27 പൂർത്തിയാക്കാൻ പോവുകയാണ്. എന്തു മനസ്സിലായി? കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് നമ്മൾ. കാരണം അവൻ പറയുന്നത് നമ്മൾ കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ
കേട്ട് കഴിഞ്ഞ് അതുപോലെ നടന്നാൽ ഉണ്ടാകുന്ന മനസ്സമാധാനം. ഏത് വിഷമുള്ളവനും മനസ്സമാധാനത്തിൻ്റെ ഒരു മാസമാണ്. കുറഞ്ഞ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും പണി പോലും ഒഴിവാക്കി പള്ളിയിൽ ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ്? അല്ലാഹുവിൽ തൗഫീഖാക്കിയിട്ട് തവക്കുലാക്കിയിട്ട് എല്ലാം ഭംഗിയായി കഴിഞ്ഞു പോകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനങ്ങട്ട് ഇബാദത്തിന് മുതിരുകയാണ് എന്നാണ്. അപ്പം ഈ ഒരു അനുഗ്രഹം നമുക്ക് നൽകിയത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ നോക്കൂ നിങ്ങൾ. നമ്മളുടെ ആരോഗ്യസ്ഥിതി പൂർവോപരി മെച്ചപ്പെട്ടിരിക്കുകയാണ്. നോമ്പ് കൊണ്ട് ചിലപ്പോൾ ആരോഗ്യം കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. ആരോഗ്യം ചിലപ്പോൾ പോകാം, ഉള്ള ആരോഗ്യം കുറഞ്ഞു എന്ന് വരാം. അത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആരോഗ്യം കിട്ടാൻ വേണ്ടി നോമ്പ് നോറ്റവരുണ്ട്. പക്ഷേ നമ്മളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോറ്റത്. അപ്പോൾ നമ്മൾ പറയും ആമാശയത്തിനും ഇല്ലേ, ആമാശയത്തിന് അള്ള പട്ടിണി പ്രഖ്യാപിച്ചത് നമ്മളെ മനസ്സ് കുറച്ചൊന്ന് ഉഷാറാകണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ആമാശയം കുറച്ച് കാലിയാണ് വേണ്ടേ? നിങ്ങൾ പറയും. നമ്മുടെ മനസ്സിനും നമ്മളുടെ ഒരു പറഞ്ഞതൊക്കെ കേൾക്കാനും അതുപോലെ തന്നെ നമ്മളായി നിൽക്കാനും ഒരു വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കണ്ടില്ലേ ചെറിയൊരു ചെരിവ്, ഒരു 2-3 ഡിഗ്രിൻ്റെ ഒരു ചെരിവ് എല്ലാവർക്കും ഉണ്ടാവും. എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലോ, ബസ്സിലാണെങ്കിലും, നമ്മൾ പള്ളിക്കലാണെങ്കിലും, നമ്മളെവിടെ പുരയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചെരിവ്. ആ ചെരിവ് എന്താ? നമ്മളൊരു കീഴൊതുങ്ങല. പിന്നെ നമ്മളിങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ വൈകുന്നേരം 6:15 നടക്കൂല. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ള തരുന്ന വായു, അള്ള തരുന്ന ശ്വാസം, അള്ളാഹു തരുന്ന വെള്ളം, അള്ളാഹു തരുന്ന വിഭവമൊക്കെ തിന്ന് കുടിച്ച് നമ്മളിങ്ങനെ കഴിയുമ്പോൾ ഇതൊക്കെ തന്നവനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. ഖുർആൻ പറയാം, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ലഭ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ അത് അള്ളാഹുവിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കും നമ്മൾ. ഒക്കെ പടച്ചോൻ തന്നതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാവും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഈ മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിൻ്റെ ഒരു അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ പൊതുവിൽ മനുഷ്യനുള്ളൊരു സ്വഭാവം ഖുർആൻ പറയാം, സുമ്മ ഇദാ മസ്സകും അൽദുറു, എന്തെങ്കിലും പ്രയാസം അവന് വന്നു ഭവിച്ചാൽ ഫഇലൈഹി തജ്റഊൻ, ഈ തന്ന നിഅമത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് പറയാൻ തുടങ്ങും, പടച്ചോനെ ഇത് തരുന്ന ആളല്ലേ, എന്താ തരാത്ത്? ഞാനല്ലേ ചോദിക്കണേ, ഇങ്ങോട്ട് തന്നൂടെ, എങ്ങനെ ഇത് കുറക്കുക? ഞാൻ അത്രയും നോമ്പ് പറ്റല്ലേ, ഞാൻ നിക്കരിച്ചതല്ലേ, എന്താ എനിക്ക് തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങോട്ട് ചോദിച്ചിങ്ങോട്ട് വാങ്ങും തരാനുള്ളത്. ആയിക്കോട്ടെ, അള്ളാഹുവിന് സന്തോഷമുള്ളൂ. പക്ഷേ മനുഷ്യരായ നമ്മളുടെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. സുമ്മ ഇദാ കശഫൽ ദുർറ, പിന്നീട് പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് ആ ദുരിതം നീക്കിയാൽ അൻകും നിങ്ങളിൽ നിന്ന്, ഇദാ ഫരീഖും മിൻകും നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ബിറബ്ബിഹിം യുശ്രികൂൻ, അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കും ഒരു സംഘം. നോക്കൂ നിങ്ങൾ, അള്ളാഹു റമദാൻ മാസത്തിന് അള്ളയാണ് കൂലി തരിക എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നൽകിയ എല്ലാ നിഅമത്തും ഒക്കെ നമ്മൾ ഓർക്കും, ഒക്കെ പടച്ചോൻ തന്നതാന്ന് പറയും. അതിനുള്ള തെളിവാണ് പടച്ചോൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും കുറഞ്ഞ ഞങ്ങൾ ആരോട് ചോദിക്കും? അള്ളഹാനോട് ചോദിക്കും. പെട്ടെന്ന് കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാനും നിങ്ങളടക്കമുള്ള മിനിങ്ങളെ അവസ്ഥ എന്താ? നമുക്കൊരു വിഷമം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അള്ളഹാനോട് പറയണം എന്ന് അള്ളാഹു ശിർക്ക് ചെയ്യുന്നവരുടെ സ്വഭാവം എടുത്ത് പറയണേ. ഷിർക്ക് ചെയ്യണവർക്ക് ഷിർക്കിലെങ്കിലും ഒരു ഈമാനുണ്ട്. നമ്മളെ നാട്ടിൽ അതുണ്ടോ? നോക്കൂ നിങ്ങൾ. വിഷമവും പ്രതിസന്ധിയും വരുമ്പോൾ പടച്ചോൻ പറയാം എന്നോട് ചോദിക്കും, കാരണം ഞാനാ തരുന്നത് നിങ്ങൾക്കറിയാം. എന്നിട്ട് ഖുർആൻ പറയാം എന്ത്? അതിനുശേഷം ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, അവരിൽ നിന്ന് ഒരു സംഘം പിന്നീട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ്. അപ്പൊ 2-3 കാര്യങ്ങളായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അള്ളയാണ് തരുന്നതെന്ന് അറിയാം. അതുകൊണ്ടാണ് കിട്ടാതെ ആവുമ്പോൾ ചോദിക്കണ ആരോടാ? അള്ളഹാനോട്. കിട്ടിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പറയും എൻ്റെ കാരണം കൊണ്ടാണ്, എൻ്റെ മക്കളെ കാരണം കൊണ്ടാണ്, അത് അന്നേരം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത് കൊണ്ടാണ്, ഒരു 10 പവൻ്റെ സ്വർണ്ണം അന്ന് വാങ്ങിക്കണം തോന്നിയോണ്ടാ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് അള്ളാഹുവിനെ എൻ്റെ ഹൈറിൽ എനിക്ക് കിട്ടിയതിൽ അള്ളാഹ്ക്ക് യാതൊരു പങ്കുമില്ല, ഒക്കെ എൻ്റെതാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന അങ്ങനെ നന്ദി കേട് കാണിക്കുന്ന ഒരു വിഭാഗം അല്ല നമ്മൾ. അപ്പൊ അള്ള തന്ന നിഅമത്ത്, ആരോഗ്യം, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ പടച്ചോൻ തന്നതാ. നമ്മളെ കേരളക്കരയെ നോക്കൂ നിങ്ങൾ. മുസ്ലിംകൾക്ക് ലഭിച്ച അനുഗ്രഹം. മസ്കറ്റിൽ നിന്ന് മുഹമ്മദ് ഈസ, യാക്കൂബ് ഈസ എന്ന് പറയുന്ന ഒരു അറബി ഞങ്ങളുടെ സ്കൂളിൽ വന്നിരുന്നു. അദ്ദേഹം സന്ദർശനത്തിന് വന്ന കേരളത്തിൽ. അദ്ദേഹം പറയാ, കോഴിക്കോട് വന്നിറങ്ങിയപ്പോൾ
ഞാനത് മസ്കറ്റാണോ എന്ന് തോന്നിപ്പോയി എന്നാ. കാരണം അയാൾ പറയാ അത്ര പള്ളിണ്ട് നിങ്ങൾക്ക് നാട്ടിൽ. ഒരു മതേതര രാജ്യത്ത് ഇത്രയും കൂടുതൽ പള്ളി കയറ്റാനും ആരാധന നിർവഹിക്കാനും നിങ്ങൾക്ക് നിങ്ങളെ സർക്കാരും നിങ്ങളെ ഗവൺമെന്റും നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നില്ലേ? നിങ്ങളെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കണം കേട്ടോ. എന്നിട്ട് അയാൾ പറയാ ഞങ്ങളെ നാട്ടിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ നിസ്കരിക്കുമ്പോൾ അതൊക്കെ പലപ്പോഴും ഗവൺമെന്റിനെയും മുത്തവനെയും ഒക്കെ പേടിച്ചിട്ടാവും. സൗദി ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ കേരളീയർ നിസ്കരിക്കണത് പടച്ചോനെ പേടിച്ചിട്ട് മാത്രമാണ്. അതിന് പടച്ചോൻ നിങ്ങൾക്ക് കൂലി തരും. നിങ്ങൾ നല്ലോ അള്ളാഹുവിന് ശുക്ർ ചെയ്യട്ടോ പടച്ചോൻ തന്ന ഈ സ്വാതന്ത്ര്യത്തിന്. നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിലൂടെയൊക്കെ കിട്ടേണ്ടത് ഈ ഒരു 11 മാസം ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം. നമുക്കിപ്പോൾ റെയിൽപാത നിലവിൽ വരാൻ പോവുകയാണ്. 27 നോമ്പായി, 29ഓ 30ഓ പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ള പാത റെഡിയായി. ഇനി അതിലൂടെ ആ കണ്ണും ആ കാതും ആ കരളും ആ നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും വെച്ചിട്ടുള്ള ഒരു എഞ്ചിൻ അതിലൂടെ നമുക്ക് ഓടണം. അത് ഓടിയിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അതിനുള്ള കണ്ടീഷൻ ചെയ്യാനും അതിൽ വെള്ളം നിറക്കാനും അതിൻ്റെ വോൾട്ട് മുറുക്കാനും ഒക്കെ ഉള്ള രണ്ടാമത്തെ ഒരു റമദാൻ അടുത്ത കൊല്ലം വരും. അതുകൊണ്ടാണ് ആ യാത്ര നമുക്ക് അടുത്ത റമദാൻ വരെ അതേപോലെ നിന്നാൽ അതിൻ്റെ കൂലിയായി. നമ്മളൊരു ഹാജിയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഹജ്ജ് ചെയ്ത ആളാണ്. നമ്മൾ ആ ഹജ്ജ് ചെയ്ത ആളാണ് എന്നുള്ളത് നാട്ടുകാരെ കണക്കിൽ ഞാൻ മരിച്ചത് വരെ ഹാജിയാരേക്കാരം. പക്ഷെ പടച്ചോന്റെ കണക്കിൽ എത്രയുള്ളൂ കാര്യങ്ങൾ. ആ ഹജ്ജിന്റെ സ്വഭാവം ഞാൻ ഈമാനും എന്ന് വിട്ടോ അന്ന് കഴിഞ്ഞുണ്ടത് കഴിയാൻ പാടില്ല. അപ്പൊ മുസ്ലിങ്ങളെ നമുക്കുള്ളൊരാവശ്യം എന്താ കാര്യങ്ങള്, നമുക്ക് തഖ്വ കിട്ടായിട്ടോ ഈമാൻ ഇല്ലായിട്ടോ അത് കൊണ്ടു കിടക്കാനുള്ള മനസ്സിലായിട്ടോ അല്ല, എന്താന്നറിയില്ല, അത് തുടർത്തി കൊണ്ടുപോകാൻ കഴിയൂല. അതെന്ത് ചെയ്യും, ഇങ്ങനെയാണ് വിടും. നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമ്മളെ പെരിന്തൽമണ്ണ നോക്കി നിങ്ങളെ കുറേ ആളുകൾ പുതിയ മുഖങ്ങളാണ് അല്ലേ. എന്നാൽ ഇപ്പോൾ ഒരു 5-8 കൊല്ലായി അല്ലെങ്കിൽ 6 കൊല്ലായി 7 കൊല്ലായി ഒന്നാമത് സൊഫിൽ മുത്തക്കിയായിട്ടൊക്കെ നിന്ന് നിങ്ങളെയും ചിലപ്പോൾ ഒരു 4-5 കൊല്ലത്തിനൊന്നും ഇങ്ങോട്ട് കാണൂല. ഞാൻ വല്ല ചെരുപ്പേറ്റ് തലയിൽ വെച്ച് പായണ കാണാം, വല്ല വത്തക്കൻ്റെ തോടേറ്റ് മണ്ടിന കാണാം. അപ്പം നമ്മൾ എന്നെ കാണുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും, അല്ല നിങ്ങളല്ലേ ഒന്നാം സൊഫിൽ ഉണ്ടായിനെ, അതെന്തിനതിന് അന്ന് വന്നീനെ? ആ സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെന്താ ഇപ്പം വരാത്തത്, നരകം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാ? അല്ല, പിന്നെ അതെന്താന്ന് എനിക്കറിയില്ല. അതാ നമ്മളെ കുഴപ്പം. അതിനാ പടച്ചോനോട് നമ്മൾ എന്ത് ചെയ്യണത്, പ്രാർത്ഥിക്കണം. എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇനിയില്ലേ, നോമ്പ് കഴിഞ്ഞിട്ടില്ല, നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിരിക്കുകയാണ്. ആ അതിഥിയെ നമ്മൾ എല്ലാവരും പിമ്മി മക്കളും ഒക്കെ എന്തൊരു സന്തോഷത്തിലാണ് സ്വീകരിച്ചത് അല്ലെ. നോമ്പിന്റെ അന്ന് നോമ്പാന്ന് പറഞ്ഞ് തുടങ്ങിയേക്കുക, 10 ദിവസം മുമ്പ് പള്ളിയിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ പറയുന്നില്ലേ, എന്താ പറയണേ, അല്ല നോമ്പായില്ലേ എന്ന് പറയുമ്പോൾ മറ്റേ ആൾ ചോദിക്കണ്ടോ, ഒന്ന് അയക്കണോ, ഇനി എത്ര ഉണ്ട് എന്നിട്ട് പറയലുണ്ടോ? ഇല്ല, ആകുന്നു എന്നുള്ളതാ. അതേപോലെ ഇപ്പൊ 27 ആയിട്ടുള്ളൂ. ഇന്ന് നിങ്ങളും ഞാനും അങ്ങാടിക്കൊന്ന് ഇറങ്ങി നോക്കി, അങ്ങാടി റോഡ് ബ്ലോക്കാണ്. ഞാൻ എന്നെ 10 മിനിറ്റ് ജമായത്തിനും കൂടെ എത്താൻ വൈകിയത് റോഡ് ബ്ലോക്കായിട്ട്. എന്തിൻ്റെ ബ്ലോക്കാന്നുള്ളതും കൂടി നിങ്ങളൊന്ന് പോയി നോക്കി. എല്ലാം നമ്മൾ മുസ്ലിം സമൂഹം 25 നോമ്പായപ്പോഴേക്ക് നോമ്പൊക്കെ അവസാനിപ്പിച്ചു. 10 ദിവസം മുമ്പ് വരാനൊരുങ്ങിയ ഈ നോമ്പിനെ ഇത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം, ഒരു 6 ദിവസമെങ്കിലും തുടർത്തിക്കൊണ്ടു പോകാനുള്ളൊരു ഈമാൻ ഈ ഇരിക്കണം നിങ്ങൾക്കെങ്കിലും ഉണ്ടാകണം. അതിനെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചു ഈ 10, 29 ദിവസം 30 ദിവസം നമ്മൾ ഈ നോമ്പ് കൃത്യമായി അതിൻ്റെ അനുഷ്ഠാനത്തോടെ അനുഷ്ഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയേക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, ഒരു നിഷ്കളങ്കമായ കുഞ്ഞു പറന്നതുപോലെയാണ്. നമ്മളെ വീട്ടിലൊക്കെ അല്ലേ ചെറിയ മക്കള്, ആ ചെറിയ മക്കള് കണ്ടില്ലേ നിങ്ങൾ, നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും അവര് ചിലപ്പോൾ വാപ്പ നിങ്ങളിപ്പോൾ പോണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സലിയല്ലോ, നമ്മളവിടെ ഇരിക്കും. അതേപോലെ നമ്മളെ തണ്ടും നമ്മളെ തടിയും നമ്മളുടേതായ ചുറ്റുപാടും നമ്മളെ തിരക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3 വയസ്സായ കുട്ടി നമ്മളോട് പറയുന്നത് പോലെ ഒരു നിഷ്കളങ്കമായ നമ്മളുടെ ഒരു ആത്മാവിനെ നമുക്ക് തെളിച്ചെടുക്കാൻ കഴിഞ്ഞില്ലേ. ഖുർആൻ പറയാ, ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, അല്ലാഹുവിനോട് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്നവരാണവർ. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, അല്ലാഹുവിലുള്ള വിശ്വാസത്തെ ദൃഢവൽക്കരിച്ചുകൊണ്ട് അവർ അല്ലാഹുവിൽ വിശ്വാസം പുലർത്തി വെക്കുന്നവരാണ്. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, ഒരുറപ്പ് പടച്ചോനാണ് തന്നത്. പടച്ചോനെ ഞാൻ നീ പടച്ചോനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ. മാറ്റല്ലേ സുഹൃത്തുക്കളെ, സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, പടച്ചോനെ മാത്രം ആരാധിക്കണം, പടച്ചോനല്ലാതെ വേറെ ആരും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് കേട്ടോ. ഒരു മുവഹിദ്, ഒരു മുജാഹിദ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഘടനയല്ലല്ലോ. ഒരു മുവഹിദെ കണ്ടാൽ നമ്മൾ പറയാ, മോനെ ഈ വിളിക്കണം കേട്ടോ, അള്ളാനെ മാത്രം വിളിക്കണം കേട്ടോ, അള്ളാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നീ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കുക, എന്താ അങ്ങനെ? അത് നോക്കാ, അള്ളാഹ് അങ്ങനെ പറഞ്ഞാട്ടോ,
ഖുർആൻ അങ്ങനെ പറഞ്ഞാട്ടോ. അങ്ങനെ ഒരു 2-3 വട്ടം നമ്മളെ പെരിന്തൽമണ്ണ പള്ളിയിൽ വരും. പിന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൗക്കുമ്പോൾ വഴിക്ക് വീഴാൻ പോകുമ്പോഴൊക്കെ അവൻ പഠിച്ചോനെ അല്ലാ അല്ലാ. അതെന്തുകൊണ്ടാണ്? കാരണം എന്തറിയോ, അള്ളാഹിന്റെ ഖുർആനിനുള്ള ഒരു ഹൃദയത്തിലേക്ക് ഖുർആൻ ആയത്ത് കിട്ടുമ്പോൾ നമ്മളെ മനസ്സറിയാതെ റബ്ബേ എന്ന് വരും. അതല്ലാത്ത നമ്മൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു വചനങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും നമുക്ക് ഇതാണ് കിട്ടുക. നമ്മൾ അതല്ലാത്തത് ഇന്ന മൗലാന പറഞ്ഞു, ഇന്ന മൗലവി പറഞ്ഞു, ഇന്ന ഖാലിയാര് പറഞ്ഞു എന്ന് പറഞ്ഞ് അള്ളാഹിനെയും റസൂലിനെയും നമ്മൾ വിട്ട് കളയുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കാനുള്ള വരിക. അപ്പൊ ഖുർആൻ പറയാണ് വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഒരു ഉറപ്പ് കൊടുക്കി, നോമ്പ് നോറ്റു 10-27 ഇത് 7ാമത്തെ നോൽക്കുകയാണ് ഇപ്പോ അല്ലെ. ഒരു ഉറപ്പ് കൊടുക്കി, ഞാൻ പടച്ചോനില് ഞാൻ പങ്കു ചേർക്കൂല. വലിയ ശിർക്ക് അള്ളാഹുവിനോ അല്ലാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുക. ചെറിയ ശിർക്ക് ഞാൻ ഒരു അമല് ചെയ്യാൻ അത് വേറെല്ലോ കാണണം എന്ന് വിചാരിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ ആരും അത് കണ്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ആരും കണ്ടില്ലേ, എന്താ ഇപ്പൊ കാണാതെ പോയത്, എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ അങ്ങനെ തോന്നിപ്പോവുക. എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അത് വേറെ ഒരാൾ കാണണം എന്ന് തോന്നിപ്പോവുക. സക്കാത്ത് ഞാൻ കൊടുക്കണത് നമ്മൾ 3-4-5-6 വട്ടം ഞാനും നിങ്ങൾ ഹുത്തുബി കൂടി കേൾക്കുകയാണ്. അത് നിങ്ങൾ സെല്ലിന് കൊടുക്കണട്ടോ, അതിൻ്റെ കമ്മിറ്റിക്ക് കൊടുക്കണട്ടോ, കൊടുത്തോനും വാങ്ങിയോനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകാൻ പാടില്ലട്ടോ, ഉണ്ടായാൽ അത് സക്കാത്തിൻ്റെ ആ പൂർണ്ണത വരൂലട്ടോ എന്നൊക്കെ കേട്ടാലും ഇപ്പോഴും ഇനിയൊരു 10,000 റുപ്യ ഗീശിയിലേക്ക് നടക്കുകയാണ്. അഥവാ തേങ്ങടണോനെ കാണുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അടുത്ത കൊല്ലം തേങ്ങടാൻ വന്നില്ലെങ്കിലോ, നമ്മളെ തേപ്പുകാരന് കൊടുത്തിട്ടില്ലെങ്കിൽ വന്നിട്ട് തേക്കൂലെന്നിട്ട് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു കൊക്കയും കൊളത്തേറ്റ് എൻ്റെ അരിയിലും നിങ്ങളെ കീശിയിലും എൻ്റെ കീശിയിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ഇത് കൊടുത്ത് വീട്ടണം എന്ന് തോന്നിയിട്ടും അവിടെ എടുത്തു വെച്ചൊക്കെയാണ്. എന്തുകൊണ്ടാണത്? അപ്പോ അള്ളാഹു സ്വീകരിക്കണം എന്നുള്ളിലുണ്ട്, എന്നാലും എന്തെങ്കിലും ഒരു 25% ഞാൻ ചെയ്യുന്ന കർമ്മം വേറെല്ലോര് കാണണ്ടേ എന്നൊരു തോന്നലിരിക്കും. അപ്പൊ എന്തായി, നമ്മള് ശിർക്ക് ചെയ്യുന്ന ചെറിയ ശിർക്കിന്റെ ആൾക്കാർ. അപ്പൊ ചെറുതൊരു 10-15 ചെയ്താലോ ഒരു വല്ലീന്റെ അവിടേക്ക് എത്തൂലേ. അതുകൊണ്ട് എന്ത് ചെയ്യാ, അതും നമ്മൾ ചെയ്യാൻ പാടില്ല. വല്ലദീന യുഅ്തൂന മാ ആതൂ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅ്തൂന മാ ആതൂ, കൊടുത്തതിൽ നിന്ന് കൊടുക്കുന്നവരാണവര്. എനിക്കൊരാൾ തന്നീന്ന് ഇന്നൊരാളെ ഏൽപ്പിക്കുകയാണ്, മോനെ ഇതൊരു 500 റുപ്യ, ഇതെന്ത് ചെയ്യാ, ഈ ആ പെരിന്തൽമണ്ണ അങ്ങാടി പോകുമ്പോൾ ഒരു 3 ആൾക്ക് കൊടുക്കുക പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പരമാവധി വേഗം ഒരു 2 ആക്കാണ് കൊടുക്കും. മറ്റേ 3ാമത്തെ ഒരാളെ തിരഞ്ഞെടുക്കണ്ടേ, നയിച്ചണ്ടേ ഞാൻ. അപ്പൊ ഒരാൾ തന്നത് നമ്മൾ കൊടുക്കാനാവുമ്പോ നമ്മൾ വേഗം കൊടുക്കും. എൻ്റെതാണെങ്കിലോ ഞാൻ എന്ത് ചെയ്യും, 2 ആളെ കണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കട്ടെ അഥവാ എന്ന് പറഞ്ഞാൽ അപ്പൊ 3 ആൾ അവസാനം ഒരു 4 ആൾക്ക് കൊടുക്കാൻ വിചാരിച്ചത് ഒരു 50 ആളെ ഞാനത് തിരഞ്ഞെടുക്കും. പക്ഷെ വേറൊരാളെ നമ്മളെടുത്ത് തന്നതാണ് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിലോ ഞാൻ വേഗം ചെയ്യും, അയാൾ എൻ്റെ അടുത്ത് തന്നാലേ അത് വേണം കൊടുത്തു ഒഴിവാക്കാം. അള്ളാഹ് പറയണത് എന്താ അറിയോ, നിങ്ങൾ നയിച്ചുണ്ടാക്കി തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് തന്നതായ കാര്യങ്ങളിൽ നിന്ന് കൊടുക്കുന്നവരാണവർ. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ വിറക്കുന്നതാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിൻ്റെ അടുക്കലേക്ക് അവർ മടങ്ങിപ്പോകാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ്. നമ്മളൊക്കെ എടുക്കാൻ മടങ്ങാൻ തയ്യാറായി നിൽക്കണേ അല്ലേ? മുസ്ലിം ലോകമേ ചിന്തിക്കി. നമ്മൾ റമദാൻ കഴിയുമ്പോൾ ആ കൃത്യമായിട്ട് നിസ്കരിക്കാത്ത, കൃത്യമായിട്ട് ഓതായിട്ട്, കൃത്യമായിട്ട് സുബഹിസ്കരിച്ചാത്ത, അവിടെയും ഇവിടെയും പല്ലു തോണ്ടി കുത്തിറക്കണേ, അവനാന് തോന്നിയ പോലെ ജീവിക്കണ ഒരവസ്ഥ അല്ലേ? അവിടേക്ക് ഇങ്ങോട്ട് എത്തായിട്ട് പീടിയിൽ പോയാൽ രാവിലെ നുണയും പറഞ്ഞിട്ടുള്ള കട്ടൻ ചായ ഇങ്ങോട്ട് കിട്ടായിട്ട് മനസ്സിന് എന്തൊക്കെ ഗതികേടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അല്ലേ നമ്പ്യാരോടും കണാരനോടും ഒക്കെ പറഞ്ഞ, കണാരാ നിക്ക് ഒരു 5 ദിവസം കൂടി 3 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് വരൂട്ടോ എന്നും പറഞ്ഞ് അതിലേക്ക് തിരിച്ചു പോകാൻ കാത്തിക്കുക. അള്ളാഹ് കൊടുക്കാൻ പറയണേ അറിയോ, ഈ വിശ്വാസികളൊക്കെ തയ്യാറായി ഇനി ഓല് ഇങ്ങോട്ട് വരാൻ കാത്തിക്കുകയാണ്, മടങ്ങിച്ചെല്ലുകയാണ്. എങ്ങോട്ട് മടങ്ങണ്? നമ്മളെ പഴയ അവസ്ഥയ്ക്കല്ല, അതിൻ്റെ മുന്നിക്ക് മടങ്ങുകയാണ്, വീണ്ടും മുന്നോട്ട് തന്നെ മടങ്ങുക. അപ്പം എന്താ അറിയോ, മുസ്ലിങ്ങളും എനിക്കും ഒക്കെ ഒരു കുഴപ്പമുണ്ട്, മടങ്ങുക എന്നുള്ളത് നമുക്ക് അന്ധവിശ്വാസമാണ്. ഞാൻ മടങ്ങൂലെന്നാ, താക്കോലെടുക്കാൻ മറന്നാൽ മകനെ പറഞ്ഞേക്കാണ്. എന്തിന്? ഞാൻ ഇതുവരെ മടങ്ങിയിട്ടില്ല ജീവിതത്തിൽ. അങ്ങനത്തോന് ഖേദിച്ച് മടങ്ങാനും കഴിയൂല, പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങാനും കഴിയൂല. തെറ്റു വന്നു എന്ന് തോന്നുമായിരിക്കാം അല്ലേ? ദീനിയായ ക്ലാസ് കേൾക്കുന്നുണ്ട്, ക്ലാസ്സിന് ഇരിക്കാതെ പായണ ഒരാളോട് ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ ഇറങ്ങിപ്പായണേ? അത് മുജാഹിദീങ്ങളെ ക്ലാസ് അല്ലേ, അതുകൊണ്ട് ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അതോ ആദ്യം തന്നെ
അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് മനസ്സിലായപ്പോൾ, കാരണം എല്ലാവരും ക്ലാസ് എടുക്കുന്ന ഒരു പള്ളിയാണ്, അള്ളാനെ മാത്രം ആരാധിക്കണം എന്നുള്ളൊരു ആയത്താണ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ അത് മൂപ്പര് ഉറപ്പിച്ചു ഇന്ന് മുജാഹിദീങ്ങളാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് എന്ന്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഖുർആനിലെ ആയത്തല്ലേ ഓതിയെ? ആ ഓതിയാണെങ്കിലും എനിക്കുള്ള ഇൽമിൻ്റെ ഒരു കിബറുണ്ട്, അതിൻ്റെ അപ്പുറം ഞാൻ ഇനി വേറെ കേൾക്കൂല എന്നാ. അതാണ് നമുക്ക് എനിക്കും ഉള്ള കുഴപ്പം. ഞാൻ പഠിച്ചതിൻ്റെ അത് തന്നെ ഇൽമ്, അതിൻ്റെ അപ്പുറം ഒരു ഇൽമുണ്ട് എന്ന് പറയണേ എനിക്കും കേട്ടൂടാ. അപ്പം എന്ത് ചെയ്യും? മറ്റോ ആലിമാവൂലേ? അപ്പം എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ ചിലതൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ കേട്ടതന്നെ മതി, ഞാൻ പഠിച്ചാൽ മതി, എൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അതൊന്നും വേണ്ട, ഗേറ്റ് പോയാൽ മതി എന്നൊക്കെ ഞാനും നിങ്ങളും പറയണേ. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, കേൾക്കുകയാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുക. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. ഖൈറിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിലേക്ക് ധൃതിപ്പെടുന്നവരുമാകുന്നു അവരെ. വഹും ലഹാ സാബിഖൂൻ. മത്സരിക്കുകയാണ്. എന്തിനാണ് മത്സരിക്കണത്? നല്ല കാര്യം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 11 മാസം മത്സരാണ്. എന്ത്? അവനാൻ്റെ നാട്ടിൽ ഒരാൾ വന്നിക്കണ്, അയാൾ ഒരു എത്തീങ്ങാനൻ്റെ കാര്യത്തിന് വന്നതാ, എന്നാ 100, ഇജ് 100 കൊടുക്കണേ, എന്നാ ഞാൻ 150, 200 അല്ലേ? ഇങ്ങനെ വെക്കുകയാണ്. മേശപ്പുറത്ത് വെച്ച് ഒന്നിച്ച് കൂട്ടിയിട്ട് ആൾക്ക് കൊടുക്കുമ്പോൾ നോക്കൂ നിങ്ങളൊരു ഒരു അനുഭവം. കാരണം എന്താ? അല്ല, അപ്പം നമ്മളോട് ചോദിക്കൂ, അല്ല എന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ അയഞ്ഞത്? ഒന്നുമില്ല മോനെ, 10-30 നോൽമ്പ് നോറ്റപ്പോൾ ഞാൻ അങ്ങോട്ട് സ്വന്തം അയഞ്ഞതാണ്. അങ്ങനെ ഞാനും നിങ്ങളൊക്കെ അയണമെന്ന് നമ്മളെ നാട്ടുകാർ എത്ര ആൾ വേർക്കുണ്ടാവും അല്ലേ? എത്ര ആൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പഠിച്ചോനെ അപ്പരിയിലാകെ ഇറ്റുള്ള മനുഷ്യനൊന്ന് അയഞ്ഞെങ്കിൽ, ആ മനുഷ്യൻ ഇമ്മാസെങ്കിലും ഒന്ന് അയഞ്ഞെങ്കിൽ, ഈ മാസെങ്കിലും അയാൾ കൈയയച്ച് എന്തെങ്കിലും ഒന്ന് തന്നെങ്കിൽ അല്ലേ? ഞാൻ വക്കീലിൻ്റെ അടുത്തേക്ക് പോവുക. എന്തിനാ ഞാൻ വക്കീലിൻ്റെ അടുത്തേക്ക് പോകണേ? എൻ്റെ പേരൻ്റെ അടുത്ത് ഒരു എത്തീൻകുട്ടീൻ്റെ സ്ഥലമുണ്ട്, ആ എത്തീൻകുട്ടീൻ്റെ സ്ഥലത്ത് ഒരു 2 സെൻറ്റ് കുറവുണ്ട്, ആ 2 സെൻറ്റ് എനിക്ക് കൂടുതലുണ്ട്. അപ്പം എന്നാലും അതെങ്ങനെയെങ്കിലും ആധാരമില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി റമദാൻ മാസത്തിൽ വണ്ടി കയറുക ഞാൻ. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കി ഇന്ത്യങ്ങളിൽ കഥ മുസ്ലിം ഉമ്മത്തെ. അപ്പം നന്മക്ക് വേണ്ടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹു തരുന്ന ആയുസ്, നോമ്പിൽ എത്ര നോമ്പ് കഴിഞ്ഞാൽ ഇനി എത്ര ഉണ്ടെന്ന് അറിയില്ല. എത്ര കുട്ടികൾ നോമ്പ് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ എനിക്കും നോക്കൊക്കെ പെരുന്നാളാണ്. പക്ഷേ ഈ പെരുന്നാളിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ജീവൻ പോണ കാര്യം എനിക്കറ്ററിയോ? അള്ളാഹു പടച്ചോൻ തൗഫീഖാക്കിയിട്ട് എൻ്റെ ശരീരം 9 ഓട്ടമുള്ളൊരു പൈപ്പാണ്. 9 ഓട്ടമുള്ള പൈപ്പിൻ്റെ ഉള്ളിലൊരു ജീവൻ നിൽക്കണ തന്നെ വലിയ ഭാഗ്യമാണ്. അതിനാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഓട്ടം ഇവൻ തുറന്നു കിടക്കുക അന്തിക്ക് അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പടച്ചോനോട് എന്താ പറയണേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ചോനോട് പറയാ, പടച്ചോനെ ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു, ഞാൻ ഇപ്പോൾ ജീവിച്ചതാണ്. ഇങ്ങനെ എന്നും പറഞ്ഞിട്ടും മരണം എന്നൊന്ന് കേൾക്കാൻ എനിക്കും എന്തോ ഒരു പേടിയാ. മരിച്ചോടുത്ത് പോവില്ല, മരിച്ചു എന്ന് കേട്ടാൽ അന്ന് ലീവ് എടുക്കാൻ എനിക്കും തോന്നൂല. മരിച്ചോടുത്ത് പോയാൽ തന്നെ മയ്യത്തിൻ്റെ ഒപ്പം നടക്കാൻ നമ്മളെ വണ്ടി കാരണം നമുക്ക് നടക്കണില്ല. അങ്ങോട്ട് പോയാൽ പിന്നെ അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് മയ്യത്തിനെ ലോഡിങ്ങാർ വേണമെങ്കിൽ ഏറ്റിക്കോട്ടെ, മരിച്ചതായിട്ടൊരു ബന്ധവും എനിക്കും ആവില്ല. തിരൂരൊരു മനുഷ്യൻ്റെ, അദ്ദേഹത്തെ ഒരിക്കൽ ബൈക്കുമ്മൽ അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ വേഗം കയറി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കളയണ്ട, ഞാൻ മരിച്ചോടുത്ത് പോവുക. ഞാൻ ചോദിച്ചു, എവിടെയാ മരിച്ചോന്നല്ല, ഈ റൂട്ടിനാന്ന് പറഞ്ഞപ്പോൾ ആരാ മരിച്ചോന്ന് ചോദിച്ചാൽ അതും ഞാൻ അറിയില്ല, പേപ്പറിൽ കണ്ടു 9 മണിക്ക് മയ്യത്തെടുക്കും, അതിന് പോവുക. അപ്പോൾ ഞാൻ ചോദിച്ചു, സുഹൃത്തെ എന്താണ് ഇതൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളവർ ക്ഷണിച്ചിട്ടല്ലേ പോണേ, ഇത് ക്ഷണിക്കാതെ പോണ ഈ ക്ഷണം അള്ളി റസൂലും ക്ഷണിച്ചിന് പോവുക. അള്ളി റസൂലിന് ഒരു ബാങ്ക് കൂടി വിളിച്ചിട്ടില്ലല്ലോ, അള്ളി റസൂല് ക്ഷണിച്ചൊരു ക്ഷണത്തിന് പോവുക ഞാൻ. അതുകൊണ്ട് അതിൻ്റെ കൂലി പൂർണ്ണമായിട്ടാണ് കിട്ടും. മാത്രമല്ല ഞാനും മരിച്ചുവല്ലോ. ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ മനുഷ്യനെ പോലെ എനിക്കും നോക്കുമൊക്കെ ഞാനും മരിക്കും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇനി നിങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുമോ? നോക്കൂ നിങ്ങൾ, ഇനി മരിച്ചു പോകുമ്പോൾ എന്താ വേണ്ടത്? രാവിലെ ഒരു 10 മണിക്ക് നിങ്ങൾ പെരിന്തൽമണ്ണ അങ്ങാടിക്ക് ഇറങ്ങി നോക്കി സാധനം വാങ്ങാൻ. ബത്തക്കക്കാരനോട് പറയും 1/2 കിലോ ഒത്തൊക്കെ എടുത്തോ, കാരണം ഇവിടെ ഒഴിവില്ല അല്ലേ? മുന്തിരിക്കാരനോട് പറയും ഒരു 1/4 കിലോ മുന്തിരി അല്ലേ, അത്രേ വേണ്ടുള്ളൂ. പിന്നെ ഉച്ചക്കാണെങ്കിലോ ഉച്ചക്ക് പറയും 1 കിലോ എടുത്തോ. ഉച്ചക്ക് വത്തക്ക എടുക്കുകയാണെങ്കിൽ ഇനി ഒരു 5 മണിക്ക് നിങ്ങൾ വത്തക്ക വാങ്ങാൻ പോയി നോക്കി, വത്തക്കാരനോട് ഒരു 4 ലോൺ തൂക്കിക്കോ, കാരണം ഇവിടെ ഫുള്ള് ഒഴിവാണ്. മുന്തിരിക്കാരനോട് ഒരു 3 ലോൺ തൂക്കിക്കോ ഒക്കെ. എന്നിട്ട് ഇതൊക്കെ പാടെ വാങ്ങി വണ്ടിമ്മ വെച്ച് കെട്ടി പൊരേ പോയി 8-10 ആൾ കുട്ടികളും മക്കളും ഒക്കെ വരിക്കിരുന്ന് നോൽമ്പൊക്കെ തുറന്ന് വെട്ടിയതുണ്ട് അവിടെ തന്നെ. കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ എന്തിനാ ഞാൻ അതൊക്കെ ഏറ്റിക്കൊടുന്നത്? ബാപ്പ ആരെങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞു, ഞമ്മക്ക് നോൽമ്പ് ഇറക്കാനല്ലേ ഇത് പോരെ. പിന്നെ നമ്മൾ തറാവി കഴിഞ്ഞിട്ട് എന്നിട്ട് കടം തീർക്കുക. കൂട്ടരെ തുറക്കുമ്പോൾ അത് മതി, അതേപോലെ ഇത് അടക്കുമ്പോഴും അത് മതി.
അടക്കുമ്പോഴും അത്ര തന്നെ വേണ്ടതുള്ളൊരു പഞ്ഞിക്കൂ നമ്മളതിനും ബാക്കിയൊക്കെ കൂട്ടുകയാണ്. നമ്മൾ കൂട്ടി വെച്ചിട്ട് ആലോചിച്ച് പിടുത്തം കിട്ടാതെ കേസും ബക്കാണോ കച്ചറിയേട്ടനോട് മുണ്ടാതെ അനുജനോട് മുണ്ടാതെ എന്ത്. അപ്പൊ നന്മയെ ഉണ്ടാകാവൂ ഒരു നോമ്പുകാരൻ. ഇതിലൊക്കെ നമുക്ക് ഒരു നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക മുത്ത് നബിയോട്, റസൂലേ നിങ്ങൾ പറഞ്ഞില്ലേ പേടിക്കുന്നവനും ഭയപ്പെടുന്നവനുമാണെന്ന് ആയത്തോതിയില്ലേ, അവന്റെ ഹൃദയം വിറക്കും എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അഹുവല്ലദീ യസ്രിഖു വയസ്നി, റസൂലേ അവർ തമ്മാടിത്തം ചെയ്തവരോ വ്യഭിചരിച്ചവരോ അല്ലെങ്കിൽ കട്ടവരോ ആണോ, പിന്നെന്തിനാണ് അവരുടെ ഹൃദയം വിറക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, യാ ഇബ്നത സ്വദീഖ്, എന്റെ കൂട്ടുകാരന്റെ മോളെ, ഹുവല്ലദീന യുഹല്ലദീ യുസല്ലി, അവർ നിസ്കരിച്ചവർ തന്നെയാണ്, വയസ്സൂമു നോമ്പ് നോറ്റവർ തന്നെയാണ്, വയതസദ്ദഖൂ സദഖ ചെയ്തവർ തന്നെയാണ്, വയഅമലു സ്വാലിഹാത്ത് നല്ല കാര്യങ്ങൾ ചെയ്തവർ തന്നെയാണ്. പക്ഷേ വയഖാഫു ഒരു കാര്യം അവർ പേടിക്കുന്നു, അല്ലാ യഖ്ബല മിൻഹു പടച്ച റബ്ബ് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായതുകൊണ്ട് അക്കാര്യത്തിൽ അവരുടെ ഹൃദയം വിറക്കുന്നതാണ്. 26 നോമ്പ് പൂർത്തിയാക്കി 27ന്റെ പകുതിയിൽ നിൽക്കുന്ന വിശ്വാസി നോമ്പ് കഴിഞ്ഞു, അല്ലാഹ് സ്വീകരിച്ചോ? 26 നോമ്പ് ഞാനും എൻ്റെ കുടുംബവും നോറ്റു, പടച്ചോത് നമ്മൾ നോറ്റിട്ട് കാര്യമല്ലോ, പടച്ചോത് സ്വീകരിച്ചോ? പടച്ചോൻ്റെ അമല് സ്വീകരിച്ചിക്കണോ? ഞാൻ കൊടുത്ത സ്വതക്ക സ്വീകരിച്ചിക്കണോ? ഞാൻ ചെയ്ത ഉപകാരം സ്വീകരിച്ചിക്കണോ? ഇതിങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ ഇവിടെ ഒരു പടക്കൽ വരുന്ന ഖുർആൻ പറയാ പടക്കും. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് അങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. ആശങ്കയും വിഷമവും പേടിയും ഒരു ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠം നമ്മളത് ചെയ്യുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഇബാദത്തിന് പിന്നെ ഹൈറ് കിട്ടണ എങ്ങനെ അറിയോ? ചെയ്ത ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കുമോ? നോക്കൂ നിങ്ങൾ, നമ്മൾ ഈദ് ആശംസ കൈമാറാൻ എന്താ? ഈദ് ആശംസ കൈമാറാൻ നമുക്ക് എന്താണുള്ളത്? എന്താ ഉള്ളത്? നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഒരു മുഅ്മിന് ഈദ് ആശംസകൾ കൈമാറാനുള്ള വാചകം റസൂലുള്ളാഹി പഠിപ്പിച്ച എന്താ? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും റബ്ബ് നമ്മളുടെ അമലുകൾ സ്വീകരിക്കട്ടെ. നോക്കി നിങ്ങൾ, ഈദ് ആശംസ എന്ന് പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ടോട്ട് തോന്നിയാസം പാടി നടക്കാനല്ല പറഞ്ഞ്, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പടച്ചോ നമ്മളെ ഇബാദത്ത് സ്വീകരിക്കട്ടെ, ഇബാദത്ത് സ്വീകരിക്കട്ടെ. എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബേ നീ ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്ക്, ഞങ്ങളെ അമല് സ്വീകരിക്ക്, ഞങ്ങളെ നോമ്പ് സ്വീകരിക്ക്, ഞങ്ങളെ ഫർള് നിസ്കാരം സ്വീകരിക്ക്, ഞങ്ങളെ സുന്നത്ത് സ്വീകരിക്ക്, ഞങ്ങളെ തറാവിഹ് സ്വീകരിക്ക് എന്ന് റബ്ബിനോട് പറയേണ്ടുന്ന ദിവസമാണിത്. അവസാനിപ്പിച്ച് നിർത്തിവെച്ച് പെരുന്നാളിലേക്ക് കടക്കരുത്. തുണിയും കുപ്പ എടുക്കണോ? 1 മണിക്കൂർ മതി, ഒറ്റ മണിക്കൂർ കൊണ്ട് തുണിയും കുപ്പ എടുക്കാം. ഞാൻ എന്ത് ചെയ്തത്? ആദ്യ സമയത്ത് ഒറ്റ മണിക്കൂർ കൊണ്ട് പോയി എടുത്തുകൊണ്ട് പോന്ന് കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഒറ്റ നോട്ടൊക്കെ നോക്കുക, അവനാന് പറ്റുമെങ്കിൽ മടക്കി ചുറ്റി കവറിൽ വെക്ക്. ഇനി അതെന്ത് അറിയോ? പെരുന്നാളാണ് എന്ന് പറയുമ്പോൾ ശവ്വാൽ മാസപ്പിറവി കണ്ടതായി എന്ന് പറയില്ലേ, അപ്പം അങ്ങോട്ട് തുറക്കുക. അപ്പം നമുക്ക് അവകാശപ്പെട്ടതാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അപ്പം നമുക്ക് അവകാശപ്പെട്ടതാ. അതിൻ്റെ ഇടക്ക് വലിപ്പം നോക്കലും കൊണ്ടോവലും മാറ്റിക്കൊണ്ടലും അതിൻ്റെതും പിന്നെ ഇതെന്താ ചോദിച്ചപ്പോൾ കുഞ്ഞാടാണല്ലോ നോക്കാണ് നിങ്ങൾ കാലം പോണ പോക്ക്. ഞാൻ ചോദിച്ചു, പൊന്നാര പടപ്പേ എൻ്റെ കുട്ടിയൊക്കെ ഈമാനികായിട്ട് ജീവിക്കാൻ പറ്റണ രൂപത്തിലൊരു വസ്ത്രം, പിന്നെ അത് പോത്തുകൾ ഇടണോ ആടിടണോ ഒന്നും വേണ്ട, ഒരു മനുഷ്യക്കുട്ടിക്കുള്ള എവിടുന്നേലും തിരഞ്ഞെടുത്തുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞൊല്ലത്ത് എടുത്തു വന്നു. ഏതായാലും കഴിഞ്ഞൊല്ലത്തിൻ്റെ വില കൊടുക്കേണ്ട, എന്നാലും ആശ്വാസം. നോക്കി നിങ്ങൾ, സന്തോഷം. വിശ്വാസികളെ, മോഡലുകൾ ഇങ്ങനെ വരും. നമ്മളെ കുട്ടികൾ നോക്കി നിങ്ങൾ, നമ്മളെ ചെറിയ കുട്ടികളൊക്കെ എന്തൊരു പെൽച്ചക്ക് നീച്ചണ്ടെന്ന് ഒരു ദിവസം പറഞ്ഞു നോക്കി. പെൽച്ചക്ക് നീച്ചണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുണ്ടൂല, ഓ മൂക്കുന്ന് വെള്ളം ഒലിച്ചിനോ, എൻ്റെ കണ്ണിന്ന് വെള്ളം അങ്ങനെ നോറ്റ നോമ്പ്. ഇപ്പെരുന്നാളിന് വാങ്ങിക്കൊടുത്ത പാൻറ്റിൻ്റെ അടിയോണ്ട് എന്തിനായിട്ട് എൻ്റെ കളിയണ വാപ്പ? പ്രിയപ്പെട്ട അമ്മ, എന്തിനാണ് അജാതി തുണിയും കുപ്പായം വാങ്ങിക്കൊടുത്തത്? അപ്പാവങ്ങളെ നോമ്പി നമ്മൾ കളയണോ? നമ്മളത് കളഞ്ഞോളിയും, വലിയല്ലോ അങ്ങക്ക് തിരിയലോ, ഇറ്റക്ക് തിരിയില്ലല്ലോ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പെരുന്നാളിന് വസ്ത്രം എടുത്തിക്കണമെങ്കിൽ അതിൻ്റെ അകം ഇതിലൊക്കെ ഒന്ന് ടൈലർ എടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് വെപ്പിച്ചിട്ട് അതിൻ്റെ കോലത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കില്ലെങ്കിൽ നാളെ നമ്മൾ അതിൻ്റെ കാര്യം പറയേണ്ടി വരും. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞത് പെരുന്നാളിന് വേണ്ടിയല്ല, പെരുന്നാളുള്ളത് ഇബാദത്തുകളുടെ സന്തോഷത്തിനാണ്. നോക്കൂ നിങ്ങൾ, ആശങ്ക വേണ്ട. എന്നാണ്ടല്ലോ മുഅ്മിൻ എൻ്റെ ഇപ്പം ഇനി അങ്ങനെ ഞങ്ങൾ ബേജാറാണോ?
പഠിച്ചോനെ ഞാൻ ഇതുവരെ ഇപ്പൊ നോൽമ്പ് പറ്റ സന്തോഷത്തെ കുത്തിരിക്കേന്, ഇനിയിപ്പൊ അതൊന്നും ഉണ്ടാവൂലേന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടോ? ഖുർആൻ അടുത്ത് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ ഇർക്കഊ, നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരോടൊപ്പം സുജൂദ് റുകൂ ചെയ്തേക്കുക. വസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യുകയും ചെയ്യുക. വഅബ്ദൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തോളൂ. വഫ്അലുൽ ഖൈറ, ഇബാദത്ത് എടുക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കുന്നവരായേക്കും. വിജയാണ്, ആർക്ക് പരാജയമല്ല. 10, 29, 30 നോൽമ്പ് നോറ്റിട്ട് പരാജയോ ഇല്ല. നിങ്ങൾ സുജൂദ് ചെയ്യണോരോടൊപ്പം സുജൂദ് ചെയ്യ്, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യ്. നോക്കൂ നിങ്ങൾ അല്ലേ, അവസാനത്തെ 10 നീച്ചടക്കാനൊന്നും ഇങ്ങോട്ട് മാണ്ടത്ര ഇങ്ങോട്ട് ബൈക്കണില്ല. ഇന്നിപ്പം നമ്മൾ പോണോ? മഴ ഏതായാലും പെയ്തും ചെയ്തു, അല്ലെന്നില്ല മറ്റേപ്പം എന്താ പറയാന്ന അങ്ങനെ മുടങ്ങാൻ കാരണം കാത്തുക്ക ഞാനും നിങ്ങളും അല്ലേ. ഇന്നിപ്പോൾ ഏതായാലും ഇപ്പം 28 ആയില്ലേ, ഇപ്പം നാളെ ഇപ്പം 29 ആയി. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ എന്താ കൂട്ടരെ, എന്താ ഇതിലൊക്കെ ഉള്ളത്? ഇപ്പറീനിലൊക്കെ എന്താ ഉള്ളത്? മൂർച്ച കൂടുകയും ഊക്ക് കൂടുകയും ഊർജം കൂടുകയും ചെയ്യേണ്ട സമയത്ത് നമ്മൾ അവിടെ ഇല്ലാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല. ലൈലത്തുൽ ഖദർ നിർണയത്തിന്റെ രാത്രി ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. അള്ളാഹുവിന്റെ എല്ലാ തീരുമാനങ്ങളും വരുന്ന വേർതിരിവിന്റെ നിർണതയുടെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഈ വർഷത്തെ ക്ഷേമം, ഈ വർഷത്തെ ക്ഷാമം, ഈ വർഷത്തെ രോഗം, ഈ വർഷത്തെ മരണം, ഈ വർഷത്തെ രക്ഷ, ഈ വർഷത്തെ സുരക്ഷ, ഈ വർഷത്തെ സുനാമി, ഈ വർഷത്തെ ഭൂമികുലുക്കം, ഈ വർഷത്തെ പകർച്ചവ്യാധികൾ, ഈ വർഷത്തെ ഹൈറ്, ഈ വർഷത്തെ ബുദ്ധിമുട്ട് എല്ലാം നിർണയിച്ച് കൃത്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകളെ നിർണയിച്ച് ഏൽപ്പിക്കപ്പെടുന്ന ദിനമാകുന്നു നിർണയത്തിന്റെ രാത്രി. അവസാന അപ്ലിക്കേഷൻ കൊടുക്കാണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോളി. നോക്കിങ്ങൾ അവസാന നിമിഷം ഇനി ആർക്കെങ്കിലും വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞോളി എന്ന് പറഞ്ഞ അന്നേരോ നമ്മളൊക്കെ എവിടെങ്കിലും ഉള്ള മധുരവും തിന്ന് ഏതെങ്കിലും മുതലൊക്കെ വാങ്ങി കടന്നാൽ പടച്ചോൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ കൂട്ടത്തിൽ നമ്മളത് ഉണ്ടാവുമോ? നമ്മളെ വാപ്പാൻ്റെ നമ്മളെ വല്ലിപ്പാൻ്റെ ഒക്കെ ഉണ്ടാവും. പാവോലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ചോനോട് പറയാ, പടച്ചോനെ നോൽമ്പ് പറ്റുകൊണ്ട് ഏതായാലും തുറക്കുമ്പോൾ ഒന്നും കാര്യമായിട്ട് തിന്നാനൊന്നും ഞങ്ങൾക്ക് കഴിയൂല്ല. അതുകൊണ്ട് പടച്ചോനെ ഞങ്ങൾക്ക് കൂലി മാത്രം മതി. നമുക്ക് കൂലി വേണം തന്നെ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കി, പടച്ചോനോട് ചോദിക്കി. എന്നിട്ട് പടച്ചോൻ പറയാ, നിങ്ങൾ എന്ത് ചെയ്യണം? വഅബ്ദൂ റബ്ബക്കും, നിങ്ങൾ ഇബാദത്ത് ചെയ്തോളി എന്നാ. കുഴങ്ങി ഇതൊക്കെ ഇബാദത്താ? അല്ല, ഇതാ വരുന്ന ഞാൻ, ഇതാ നീച്ചിക്കണ, ഇതാ പോരെയാണ്, ഇതാ ഞാൻ ഇറങ്ങണേ. അതല്ലേ എങ്ങോട്ട് ഒരുങ്ങി താങ്ങി എല്ലാത്തിനും. അവിടെ കുറച്ച് തുണിയും കുപ്പായം കൊണ്ടുപോയി കൊടുക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഇന്ന് പേരാമ്പ്രന്ന് കുഞ്ഞവുളക്ക എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുത്തെ സാമൂഹ്യക്ഷേമത്തിൻ്റെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പേരാമ്പ്ര അങ്ങാടിയിൽ ഓരോ ടെക്സ്റ്റൈൽസിൽ പോയി പറയുമ്പോത്തിന് ഞങ്ങൾക്ക് 40,000 ഉറുപ്പ്യൻ്റെ പർദ്ദി കുപ്പായമൊക്കെ അത് തന്നിക്കണം. മൗലവി ഇനി എന്താ അത് കാട്ടിടുന്ന് നോക്കി. നിങ്ങൾ ആൾക്കാരൊരു കാര്യത്തിന് ഇറങ്ങിയിട്ടുള്ള അപ്പോത്തിന് പൊതുസമൂഹം ചെട്ടിയരും നാരായണേട്ടനും ഒക്കെ സഹായിച്ചിരിക്കണമല്ലോ, ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഇനി എന്ത് ചെയ്യാണ്? ഇന്ന് നോമ്പ് തുറന്നിട്ട് ലിസ്റ്റ് ഇട്ടിട്ട് അത് നാളേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ നോമ്പ് നോറ്റു എന്നത് പടച്ചോനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ ഇത് അടുത്തോളാന്നാ. അതിനും വേണ്ടി അധ്വാനിക്കുന്ന ഓരോ വിഭാഗം നിങ്ങളെ നാട്ടിലും ഒക്കെ ഉണ്ട്. പടച്ചോൻ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അതിന് ആമീൻ പറഞ്ഞ് കുത്തിർന്നാ പോരാ. ഞാനും നിങ്ങളും എന്നും ഇതിനൊക്കെ ഇറങ്ങി നടക്കണ ഒരു 3, 4, 5, 8 ആൾക്കാരുണ്ടാവും. പടച്ചോനെ ഓൽക്ക് ഇജ്ജ് സ്വർഗം കൊടുക്കണേ, ഓൽക്ക് ഇജ്ജ് കൂലി കൊടുക്കണേ. പോരാ, പൗതി എനിക്കും കിട്ടണമെങ്കിൽ നമ്മളൊരു മകനെ അയക്കണം. എടാ കുറച്ച് ആൾക്കാരുണ്ട് പിതൃ സക്കാത്ത് വാങ്ങാൻ പോകണം, ചെന്നാണ് നമ്മൾ. അപ്പൊ വാപ്പ ഇജിന്റെ ഒരു വണ്ടി ഇല്ലേ, 2 വണ്ടി എടുത്തോ, നടന്നുകൊണ്ടാണ്. അങ്ങനെ ആ കുട്ടികളൊപ്പം ബാക്കിലോലി ഇറക്കിയിട്ട് ഒക്കപ്പാടിറക്കി ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്ക് പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രവർത്തകന്മാർ, ഒരുപാട് ആവേശങ്ങൾ, ഒരുപാട് ഹൈറും. അതാരാന്ന് ചോദിച്ചാൽ നമ്മളെ മക്കളാടാ എന്ന് പറയാൻ ഞമ്മക്ക് ഉണ്ടാകണം അല്ലേ. ചിലർ പറയടാ എനിക്ക് പെൺകുട്ടിയായി പോയി എന്നതിൻ്റെ വിഷമം കൊണ്ട് ഈ ഒരു ദഅ്വാ രംഗത്തൊന്നും അങ്ങനെ പൊതുരംഗത്ത് കൊടുക്കാൻ മക്കളെ കയ്യാത്തിൻ്റെ വിഷമം കൊണ്ട് ഒരാൺകുട്ടിനെ കിട്ടാൻ തയ്യാറുണ്ട്. ഞാനും നിങ്ങളൊക്കെ ആൺകുട്ടിനെ കിട്ടാൻ തയ്യാറക്കണം. എന്തിനാവും? പടച്ചോനെ 3 എണ്ണത്തിന് കൊടുത്തു ശ്രീധനം, ഇനി ഒന്നിനെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുള്ളതിന്. അതിനല്ല, ഒന്ന് ഖുതുബ പറയാൻ, ഒന്ന് ബഅദ് പറയാൻ, ഒന്നൊരു ഖുർആൻ ക്ലാസ് എടുക്കണ ഒരു വിത്ത് എനിക്കുണ്ടായില്ലെങ്കിൽ പടച്ചോനെ എന്നൊക്കെ പറഞ്ഞു നോക്കി. പടച്ചോൻ കൊണ്ട് തരും. ഒക്കെ ഹൈറേ വിചാരിക്കാവൂ, വേറെ ഉള്ളിലൊന്നും വെച്ചുകൊണ്ട് പടച്ചോനോട് പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ ഈമാണ്ടല്ലോ, കിട്ടിയ ചിലപ്പോൾ ഒരാഴ്ചക്കാരം
ഒറ്റാഴ്ച ഒരു പരിഭാഷ കിട്ടിയിട്ട് ആ പരിഭാഷയിൽ നിന്ന് പടച്ചോൻ പറഞ്ഞ ആയത്തുകൾ കേട്ടിട്ട് ഹിദായത്ത് കിട്ടി ഇങ്ങനെ വരുമ്പോൾ ഹിദായത്ത് കിട്ടിയ ഞാനും നിങ്ങളും തീർന്നു ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകരുത്. പലപ്പോഴും അങ്ങനെ ഒഴിഞ്ഞു പോകും. അന്നെന്താണ് കാണാത്ത ആപ്പോന്നറിയും എന്താ അത് ഒന്നുമില്ല, ഒരു ആവേശം എനിക്ക് കെട്ടുപോവുക. അങ്ങനല്ല, റിട്ടയർമെന്റ്. ഒരു അധ്യാപകൻ മറ്റൊരു അധ്യാപകനെ കണ്ടപ്പോൾ ചോദിച്ചതാ, അല്ല മോനെ റിട്ടയർഡായോ? അപ്പൊ അയാൾ പറയണേ, മോനെ ദീനിയായി ജീവിക്കണം, എനിക്ക് നോക്കുക എന്താ റിട്ടയർമെന്റ്, അവസാനം ഒരൊറ്റ റിട്ടയർമെന്റേ ഉള്ളൂ, അത് പോകുമ്പോൾ നമ്മൾ പോകണം. അതിൻ്റെ ഇടക്ക് എന്ത് റിട്ടയർമെന്റ്? ദീനിന്റെ രംഗത്ത് അങ്ങനെയാണ്. ഇബാദത്തിന്റെ റിട്ടയർമെന്റ് ഇല്ല, പള്ളിയിൽ നിന്ന് റിട്ടയർമെന്റ് ഇല്ല, പ്രവർത്തന രംഗത്ത് റിട്ടയർമെന്റ് ഇല്ല. നബി തങ്ങളോട് പറഞ്ഞു, റസൂലേ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് ഈമാനും ഇസ്ലാമും ഒക്കെ കിട്ടണം, ഞാൻ വേറെ ഒരാളോടും ഇതിനെക്കുറിച്ച് ഇനി ചോദിക്കാനും പോകുന്നില്ല, നിങ്ങൾ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം. റസൂലുള്ള പറഞ്ഞു, ഖുൽ നീ പറഞ്ഞുകൊള്ളണം, ആമൻതു ബില്ലാഹ് ഞാൻ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സുമ്മസ്തഖിം പോരാ, അത് പറഞ്ഞിട്ട് പിടുത്തം വിട്ടുപോയാൽ പോരാ, സുമ്മസ്തഖിം പിന്നെ അതിൽ നീ നിലകൊള്ളണം എന്നാ, അതിൽ നിലകൊള്ളണം. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയങ്ങള്? ഇപ്പൊ നമ്മളൊരു കച്ചവടം തുടങ്ങിയിട്ട് ഭയങ്കര കച്ചവടം പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചോലോ, തുടങ്ങിയപ്പോൾ ഒരു 10,000 ഒക്കെ ലാഭം ഉണ്ടായിന്, എന്തേ ഇപ്പൊ കച്ചവടമൊക്കെ കുറഞ്ഞേ? അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ അതിന്റെ ആശാരനെയൊക്കെ വിളിച്ചിട്ട് പറയും, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ചുകാക്കണം കേട്ടോ, ഇതിന്റെ അലുകൊക്കെ ഒന്ന് റെഡിയാക്കി, വെള്ള പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് ആ ഷട്ടറൊക്കെ ഒന്ന്, ആൾക്കാർ പഴയതായിട്ടേക്കാർ ആൾക്കാർ വരാത്ത എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ നമ്മളും തന്നെ ഇടക്കിടക്ക് ഈമാൻ എന്താ ഇപ്പം എൻ്റെ കാര്യം, എനിക്ക് പഴയ പോലെ ഈമാനല്ലോ. അപ്പം എന്ത് ചെയ്യും? നമ്മൾ അലുകും തട്ടൊക്കെ ഒന്ന് വേറെടുത്തിട്ടൊക്കെ ഒന്ന് കുലുക്കിയൊക്കെ ഒന്ന് പിടിച്ച് പടച്ചോര് കുലുക്കലുണ്ട്, അത് കാത്തിക്കണ്ട. അത് കുലിക്കുക പിന്നെ ചിലപ്പോൾ 3 ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ 8 ചാൻസ് ഉണ്ടാവുള്ളൂ, അതിനൊന്നും കാത്തിക്കണ്ട. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് കുടിച്ച് കുലുക്കുക, എന്നിട്ട് കുലുക്കിയിട്ട് എന്താ ഇപ്പം പറ്റിയേ? അത് ശരിയാ, ഞാൻ വെറുതെ പറഞ്ഞ പള്ളിയൊക്കെ പോയിട്ട് ഇപ്പോൾ ഞാൻ പോവല്ല, അല്ലെങ്കിൽ ഞാൻ വൃത്തിയായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനത്തെ കമ്പനിയും കൂട്ടൊന്നുമില്ല. അത് ശരി, അപ്പോൾ ഒന്നും കൂടെ അപ്പം നമ്മളെ കണ്ടാൽ ചോദിക്കും, എവിടെയും 3 കൊല്ലം അത് ചോദിച്ചത് ഇപ്പം വന്ന് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ടാ, ഇനി അതിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കണ്ട, ഇങ്ങോട്ട് വന്നു ദീനിയായി രംഗത്തൊക്കെ വന്ന് സജീവാകും തരും. അപ്പം നമുക്കൊരു വീണ്ടിടണം, അപ്പം നമുക്ക് ഒരുപാട് കൂലി. അങ്ങനെയാണ് പോകുമ്പോഴോ അങ്ങനെയുണ്ടല്ലോ ഒരു പോക്ക്. തിരൂരിലൊരു മനുഷ്യൻ, തിരൂരിലെ വളവന്നൂരിനടുത്ത് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ക്ലാസ്സിന് ചെന്നപ്പോൾ തുടങ്ങുമ്പോൾ സെക്രട്ടറിയാ സ്വാഗതം പറഞ്ഞു, കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞത്, നമ്മളിപ്പോൾ മയ്യത്ത് മറമാടി വരികയാണ്, പേര് എനിക്ക് ഓർമ്മല്ല അദ്ദേഹം തറാവിഹ് നിസ്കരിച്ചിട്ട് അവസാനത്തെ റക്അത്തിന് ചെറിയൊരു ക്ഷീണം വന്നപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്നു, അവിടെ വെച്ച് മരിച്ചു. നോക്കിങ്ങൾ അയാളെങ്ങനാണ്ട് ഇങ്കിങ്ങളെയും പോലെ കൊയക്കാൻ നിറച്ചിട്ട് കുടി കുത്തിർന്നിക്കണമെങ്കിൽ അതുവരെയുള്ള മുഴുവൻ കിട്ടിയിട്ട് പഠിച്ചോനെ ഇന്ന് പോകാൻ പറ്റിയില്ല എന്നിട്ട് പറയണ്ടേ, അതും കൂടി അള്ളയൊക്കെ കൊടുത്തു. എന്നിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു, തറാവിസ്കരിച്ച് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതുകൊണ്ട് വമ്പിച്ച ജനായിനോലോ. കാരണം എന്താ പറയുക, ഒരു സൽക്കർമ്മം കഴിഞ്ഞിട്ട് ഒരാൾ മരിക്കുക, നോക്കിങ്ങൾ എന്തൊരു ഹൈറ്. അങ്ങനെ മരണത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, മരിച്ചണോന് അള്ളാഹ് ഹൈറ് കൊടുക്കാൻ വിചാരിച്ചാൽ മരിച്ചതിൻ്റെ മുമ്പ് നല്ലൊരു ഹൈറ് ചെയ്യാൻ ഒരു അവസരം തരുമല്ലോ. ചിലരൊക്കെ കണ്ടില്ല, നിങ്ങൾ കുഴഞ്ഞിടക്കുകയാണെങ്കിലും ഒരു ഉഷാറൊക്കെ. അപ്പം നമ്മൾ പറയും, ബാപ്പ കഞ്ഞി കുടിച്ചേക്കണേ, ബാപ്പാക്ക് നല്ല ഉഷാറൊക്കെ കിട്ടിയിരിക്കണേ, എന്താണെന്നറിയില്ല. ബാപ്പാക്കുള്ള ഉഷാർ എന്താ അറിയോ? ബാപ്പാൻ്റെ വസീയത്ത്, മദ്രസന് കൊടുക്കാനുള്ള സ്ഥലത്തിൻ്റെ ഇത് പറഞ്ഞു കൊടുക്കൽ, മറ്റേ റെഡിയാക്കൽ, അമ്മോൻ്റെ കുട്ടികൾക്ക് കുറച്ച് കൊടുക്കാണ്ട് അതൊന്ന് കൊടുക്കണം എന്നൊക്കെ പറയാനുള്ളൊരു ഒരു വൈകുന്നേരം അതുപോലെ തന്നെ 5 മണിക്കൂർ തന്നതാ. അത് കഴിഞ്ഞ് 6 മണിക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യുക. അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അധികവും ഈമാനുള്ള മനുഷ്യന്മാർ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസിക്ക് ഉറച്ചു നിൽക്കണം. പടച്ചോനോട് പറയാ, പടച്ചോനെ എനിക്ക് 26ാമത്തെ നോമ്പ് കഴിഞ്ഞ് 27ാം നോമ്പിന് ഉച്ചക്ക് ഇരിക്കുമ്പോൾ നല്ല ഈമാൻ, ഈ ഈമാൻ എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ തരണേ എന്നല്ലാനോട് നമ്മൾ ചോദിക്കും. പോരാ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅതീഉർ റസൂല വലാ തുബ്തിലൂ അഅമാലക്കും. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ നശിപ്പിച്ച് കളയരുത് കേട്ടോ. ഖുർആൻ പറഞ്ഞില്ലേ, റസൂലുള്ള പറയാ, റസൂലുള്ള ഈ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുക. എങ്ങനെ ഖുർആൻ പറയണത്? മക്കയിലെ ഒരു ഭ്രാന്തി പെണ്ണിനെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ. ഒരു നൂല് പിരിച്ചിട്ട് കയറ് പിരിച്ചുണ്ടാക്കിയിട്ട് ആ കയറ് പിരിച്ച് റെഡി ആയി കഴിഞ്ഞാൽ ഒരറ്റം മുതൽ അഴിക്കാൻ തുടങ്ങുന്ന മക്കയിൽ ഒരു ഭ്രാന്തി പെണ്ണുണ്ട്, അതേപോലെ നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങളോടൊക്കെ എന്താ പറയണറിയോ? നാറാണത്ത് ഭ്രാന്തന്റെ കഥല്ലേ നമ്മളെ കേരളത്തിൽ പറയണേ. മലന്റെ മുകളിൽ ഉരുട്ടിക്കയറ്റിയില്ലേ കൊണ്ടുപോയി കല്ലൊക്കെ അവിടെ എത്തിച്ചിട്ട് അവസാനം കീപ്പിട്ടിടരുത്. പരിശുദ്ധ റമളാൻ മാസത്തിൽ 30 ദിവസം തറാവിയും നിക്കാരം ഫർളും സുന്നത്തും ഒക്കെ ആയിട്ട് പാറപ്പുറം വരെ കല്ലുരുട്ടിക്കൊണ്ടായിട്ട് അവസാനത്തെ ഒരൊറ്റ പെരുന്നാളുകൊണ്ട് ഇങ്ങോട്ട് താഴത്ത് കിട്ട് പോകരുതിട്ട മക്കളെ.
ഖുർആൻ പറയാ, നിങ്ങൾ അതുപോലെ മക്കയിലെ ഭ്രാന്തിപ്പെണ്ണ് പോലെ നിങ്ങൾ ആകരുത്. നിങ്ങൾക്കുള്ള ഈമാന് ഖിലാസും നിങ്ങളെ ഖുർആനും നിങ്ങൾ ഓത്തും അല്ലേ, ഓത്തൊക്കെ ഇങ്ങനെ കയ്യാണ്, ഓത്തൊക്കെ അവസാനിച്ചില്ലേ, ഇങ്ങനെ എത്തണില്ലേ, ഇങ്ങനെ മറിച്ചു പോരുന്നില്ലേ, ഇങ്ങനെ മറിച്ച് ആ അടയാളം ഇങ്ങോട്ട് മാറ്റിവെച്ച്, അടയാളം ഇങ്ങോട്ട് മാറ്റിവെച്ച്, ഇങ്ങോട്ട് മാറ്റിവെച്ച്. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഇമാമുമാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു പള്ളിയിൽ മിനിഞ്ഞാന്ന് ചെന്നപ്പോൾ അദ്ദേഹം ആ സന്തോഷം ഉറുദുവിലും ഹിന്ദിയിലും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾക്ക് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലെങ്കിലും പറയാണ്, ഇത് തീരാൻ പോവുകയാണ്, നിങ്ങൾ ദ്വാർക്കണം, എൻ്റെ ഒച്ച തന്നിക്കണമെന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ. കാരണം ഓതി അല്ലേ അവിടെ എത്തുകയാണ്. ഇങ്ങനെ ഇപ്പോൾ തന്നെ വീട്ടിൽ ഉപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഓതി അടയാളം ഇവിടെ എത്താൻ പോവുകയാണ് അല്ലേ. എനിക്കും തോന്നുന്നുള്ളൂ, അടയാളം അവിടുക്കെത്തിയിട്ടൊന്നുമില്ല, ഞങ്ങൾ തുടങ്ങിയിട്ട് തന്നെ അല്ല. ഇനിയിപ്പോൾ നമുക്ക് എന്താ ആക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒന്ന് തുടങ്ങിയാലും മതി. ഇന്ന് പോയിട്ട് ഞങ്ങൾ തുടങ്ങിയാലും കുറേയൊക്കെ എത്താനൊക്കെ കുറച്ചെങ്കിലുമൊക്കെ കഴിയും. സംഗതി ഞാനുങ്ങളൊക്കെ ഭയങ്കര നോൽമ്പുകാരാണ്. അങ്ങോട്ട് വൈക്കനെടുത്ത് പോയിട്ട് ഇങ്ങോട്ട് തലയിലെടുത്ത് ഒപ്പിയ ആണ്ട് പോയിട്ട് ഇങ്ങോട്ട് വത്തക്കൊക്കെ പോകുന്നുണ്ട്, അങ്ങോട്ട് സമൂസക്കാരനെ തെരഞ്ഞു പോകുന്നുണ്ട്, ഭയങ്കരമാണ്. പക്ഷേ സംഗതി എവിടെ ഇല്ല. അതേ ഇപ്പം പറഞ്ഞതുള്ളൂ. അത് സ്വന്തം ജീവിതം എവിടെയാണ് നിങ്ങൾ കണക്കൂട്ടി നോക്കി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാ, നിങ്ങൾ അള്ളാഹിനെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങളെ അമല് ചെയ്യിട്ടോ, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളെ അമല് നിങ്ങൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. കുറേ അമല് ചെയ്തിട്ട് കാര്യമില്ല. അമല് ചെയ്യുമ്പോൾ അതിനൊക്കെ നീ അടിസ്ഥാനം ഉണ്ടാകണം, അടിസ്ഥാനമുള്ള അമല്. അതുകൊണ്ടല്ലേ നമ്മൾ അത്ര ചിലരൊക്കെ ചോദിക്കണില്ലേ മുജാഹിദായാലേ സ്വർഗം കിട്ടുള്ളൂ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അടിസ്ഥാനമുള്ള അമലേ ചെയ്യാവൂ, അടിസ്ഥാനമില്ലാത്തത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഒരു സുന്നി പണ്ഡിതൻ, അദ്ദേഹം ഒരു കുടുംബ സദസ്സുണ്ടായിരുന്നു, ഒരു കുടുംബത്തിന്റെ കുടുംബ സമ്മേളനം. അതിൽ ഉദ്ഘാടനമായ ആളെ പ്രസംഗം ഞാനും. അദ്ദേഹം പറയാം, പുണ്യരാവുകളാണ് ഇതാ കടന്നു പോവുകയാണ്, 21, 23, 25, 27, 29. അതിൽ ഏതാണ് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയാം, ഞാനല്ല പറയുന്നത്. ഒരു സുന്നി പണ്ഡിതനാണ്, ഒരു പ്രാസംഗികനാണ്. 27-ാം രാവാണ് എന്ന് കൃത്യമായത് എവിടെയും പറയപ്പെട്ടിട്ടില്ല. ഒറ്റ രാവിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പോരാ. റസൂലുള്ള പറഞ്ഞു, 1 നോമ്പ് അവശേഷിക്കുമ്പോൾ, 3 നോമ്പ് അവശേഷിക്കുമ്പോൾ, 5 നോമ്പ് അവശേഷിക്കുമ്പോൾ, 7 നോമ്പ് അവശേഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇരട്ട രാവുകളുമായി. അഥവാ 29 ആണെങ്കിലോ നമുക്കറിയില്ല, അള്ളാഹു അലം, അള്ളാൻ്റെ അടുത്താണ് അതിൻ്റെ കണക്കുള്ളത് അല്ലേ. അതുകൊണ്ട് ഇരട്ടയും ഒറ്റയും പ്രതീക്ഷിച്ചിങ്ങനെ കാത്തിരുന്നു കൊണ്ട് അള്ളാഹു റസൂലും പറഞ്ഞത് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്, കൂലി കിട്ടണത്. ഇനി നോക്കിങ്ങള് മാത്രമല്ല, നമ്മളതിന് പകരം സൂറത്ത് മുഹമ്മദ് 33-ാമത്തെ വചനത്ത് പറയാ, നിങ്ങളെ അമല് നശിപ്പിച്ച് കളയരുത് കേട്ടോ. എങ്ങനെയാ നശിപ്പിക്കുക? ഇഹ്സാനിന് പകരം മിസ്യാൻ. മക്കയിലെ ഇമാം അദ്ദേഹം കഴിഞ്ഞ വർഷം പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ഖുത്ബയിൽ പറഞ്ഞ 3 വാചകം പറയാ. നിങ്ങൾ ഇഹ്സാനിന് പകരം മിസ്യാനിലേക്ക് തിരിക്കരുത് കേട്ടോ, ഖുർആനിന് പകരം മിസ്മാറിലേക്ക് പോകരുത് കേട്ടോ, സ്വാലിഹാത്തിന് പകരം മുഹറമാത്തിലേക്ക് പോകരുത് കേട്ടോ. ഇഹ്സാനിന് പകരം നിങ്ങൾ ഇസ്യാൻ തെരഞ്ഞെടുക്കരുത്. അതിർലംഘനങ്ങളും നിയമലംഘനങ്ങളും പടച്ച റബ്ബിന്റെ നേർവിപരീതം, കൽപ്പനകൾക്ക് നേർവിപരീതം നടത്താൻ നിങ്ങൾ മുതിരരുത്. ഖുർആനിന് പകരം മിസ്മാറുകൾ തെരഞ്ഞെടുക്കരുത് കേട്ടോ. ഖുർആൻ ഓത്താണ് പെൻഡിങ്ങൾ ഈ മൊബൈലിലും നമ്മളെ പെരിയിലും സീഡിയിലും ആകെ വീട്ടിലും മൊത്തം ആകെ ടോട്ടൽ കണ്ണിലും തലയിലും ഒക്കെ നമ്മൾ ഖുർആനൊക്കെ അങ്ങനെ ഓതുക. ഇനി ഇത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ എന്ത് ചെയ്യുന്നറിയോ, കടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. മോനെ നോൽമ്പ് കഴിഞ്ഞു, ഇനി ആ പെരുന്നാളിന് കയറ്റിക്കൊണ്ടാണ്. അതോടുകൂടി ആ ഖുർആൻ മുഴുവൻ ഡിലീറ്റാക്കി കളഞ്ഞിട്ട് ഓൻ അതിലുള്ള നബീസയും പാത്തുമ്മൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ കയറ്റിത്തരും. എന്നിട്ട് അത് പോയിട്ട് കേട്ടിട്ട് അതോടുകൂടി ആ വെള്ളിയാഴ്ച ജുമാക്ക് വന്ന് ജുമാൻ്റെ അടിയിൽ ഇത് അടിച്ചും ചെയ്താൽ ഈ മഹല്ല് കൊളാക്കിൻ്റെ കുറ്റം ഇനക്കും ഇങ്ങക്കും കിട്ടും. അപ്പം അതൊന്നും ഞമ്മക്ക് വേണ്ട, നമുക്കതൊന്നും വേണ്ട, ഞമ്മക്കെന്തു മതി, ആ ഖുർആൻ അവിടെ നിന്നോട്ടെ, ഖുർആൻ അവിടെ നിന്നോട്ടെ. റിംഗ് ടോൺ ഖുർആൻ ആക്കി വെക്കാതെ ഖുർആൻ ആയത്തും ആക്കി വെക്കാതെന്നാൽ മതി. റിംഗ് ടോണുകൾ ഖുർആൻ ആയത്തുകൾ മറ്റുള്ള പ്രാർത്ഥനകളുടെ വിധിക്ക് അനുവദിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖുർആനിൻ്റെ ഈരടികൾ, ശബ്ദങ്ങൾ, റിംഗ് ടോണുകളോ ബാക്ക് റിംഗ് ടോണുകളോ നമ്മൾ ആക്കി വെക്കുന്നത് പണ്ഡിതന്മാരുടെ ഫത്വയിലൂടെ തന്നെ അവരത് വിരോധിച്ചിട്ടുണ്ട്. കാരണം ഇടക്ക് വെച്ച് നമ്മളത് കട്ടാക്കുന്നു എന്നതുകൊണ്ടും മാത്രമല്ല, അത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്തും അത് അടിക്കാം എന്നതുകൊണ്ടായിരിക്കാം അവരത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ അതവിടെ നിന്നോട്ടെ, കാസറ്റ് അവിടെ ഉണ്ടാകട്ടെ, ഖുർആൻ അവിടെ ഉണ്ടാകട്ടെ. എന്നും രാവിലെ നമുക്ക് കുറച്ചു നേരെങ്കിലും ഓതാൻ ആ ഒരു മാസത്തെ പൂർത്തീകരണം നമുക്ക് കിട്ടണം. എന്നിട്ട് റസൂലുള്ള പറയാണ്, നമ്മൾ അല്ല പറഞ്ഞ ഈ 30 ദിവസം നമ്മൾ നോമ്പ് നോറ്റ്, ഇനി അതിലും നോക്കി നിങ്ങൾ റസൂല് പറഞ്ഞും കൂടി ഞാൻ നോൽക്കുകയാണ്. എന്താ റസൂല് പറഞ്ഞത് നോൽക്കണേ? കാരക്കൊക്കെ മുഴുവൻ തിന്ന് കഴിച്ചൊന്നും വേണ്ട 30ൻ്റെ അന്ന്, നമുക്കത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോവുകയാണ്.
നോക്കിങ്ങൾ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പടച്ചോ ഉടച്ച് വാർത്തില്ലേ. സുബൈൻ്റെ മുമ്പ് തിന്നൊരു ഓർമ്മ 11 മാസം മുമ്പ് അല്ലാണ്ടുണ്ടോ? ഇല്ല. അന്നേരം നമ്മളോട് എണീച്ച് തിന്ന്. ഇതുവരെ തിന്നാത്ത നേരം അള്ള തീറ്റിച്ചു. സുബൈ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ആരെങ്കിലും എന്തെങ്കിലും തിന്നലുണ്ടോ? തിന്നനോട് നീച്ചോണ നേരല്ലേ അള്ള പറഞ്ഞു ബാങ്ക് കൊടുത്തു കുത്തിർന്ന് തിന്നൊരു 3 മിനിറ്റ്. ഒക്കെ നമ്മളിപ്പം മൊത്തം നമുക്ക് എന്താ പറയാനുള്ളത്? ഉറക്ക് ഇല്ല, ഉണ്ടാവില്ല എന്ന് തന്നെയാ ഖുർആൻ പറയണേ. ഉറക്കം കുറച്ച് ഒഴിച്ചിട്ട് പോലും പടച്ചോനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന. അപ്പോൾ പടച്ചോൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടപ്പുകളായ നമ്മൾ അപ്പരാതി പറഞ്ഞു കിടക്കണോ? എന്തേ തറാവി കഴിഞ്ഞാലും 11 മണിയാവും, പിന്നെ 3:45 ഓള് വിളിച്ചു. ഇതൊക്കെ പടച്ചോൻ വിളിച്ചതാ. ഇത് ഓള് വിളിച്ചതോ മൗലവി പറഞ്ഞു ഒന്നുമല്ല, പടച്ചോൻ നമ്മളോട് പറഞ്ഞതാ. അതുകൊണ്ട് കുറച്ച് ഉറക്കമൊക്കെ പോകണം. കുറച്ച് പോയിട്ട് ഒരു ഉറക്കം ആണ്ടും കൊണ്ടൊക്കെ തൂക്കണം. ജുമാക്കോ ഖുർആൻ ക്ലാസ്സിനോ തൂങ്ങാൻ മതി. അല്ലാത്തടത്തൊക്കെ നിങ്ങൾ തൂങ്ങിക്കോളി ഓതുമ്പോഴും. അല്ലാത്തടത്ത് കുറച്ചൊക്കെ ഒരു ഇത് വന്നു നമുക്ക് തന്നെ തോന്നിപ്പോവുക. എന്താ അറിയോ, ഈ ഉറക്കം ആര് തരുന്ന അതും കൂടി മനസ്സിലാക്കാനാണിത്. നമ്മളിങ്ങനെ കിടക്കുക പുരയില്, അങ്ങോട്ടിരിഞ്ഞ് കിടക്കുന്നുണ്ട്, ഇങ്ങോട്ടിരിഞ്ഞ് കിടക്കുന്നുണ്ട്, ആട്ടിരിഞ്ഞ് ഇങ്ങോട്ടിരിഞ്ഞ്. ഉമ്മ ചോദിച്ചാൽ ഉറങ്ങണവനെ ഇല്ല. എന്താ ഉറങ്ങാത്ത? പുതപ്പൻ്റെ അല്ലേ? പുതപ്പും കട്ടിലും ചേട്ടനെയാണ്. പായോ പായി ചേട്ടൻ. പിന്നെ എന്തേ ഉറക്കം ചേല അള്ള തന്നിട്ട് വേണ്ടേ അല്ലേ? തന്നാൽ തന്നെ ഉറങ്ങുള്ളൂ. അപ്പം ഇത് തരുന്നതാ. ആ തരുന്ന ഉറക്കാണ്. അള്ള തന്ന പൈസീന്ന് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ മാതിരി അള്ള തന്ന ഉറക്കുന്നു. കുറച്ച് നിങ്ങൾ ഖുർആനും കുറച്ച് നിങ്ങൾ നോൽമ്പിനും ഒക്കെ ചിലവായിക്കോളി. അപ്പം അതിൻ്റെ ഒരു കുറവ് വരും. അതൊക്കെ നികത്തി തരും. അല്ലേ ഈ കൂട്ടരെ എത്രയാ പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ 12 മണിക്കല്ലേ ഉറങ്ങല്? എന്താ പണി? ഒന്നും ഉണ്ടായിട്ടല്ല. TV ഓണാക്കി വെച്ചിട്ട് പിന്നെ ചാനലുകാരനേറെ തിരക്കാ എനിക്കും നോക്കും. എന്നിട്ട് കണ്ടു കുത്തിർന്ന് 12 മണി. അവസാനം പെണ്ണുങ്ങൾ പറയും പൊന്നാര മനുഷ്യ ഇനിയെങ്കിലും ഒന്ന് ഇത് കൂട്ടി കിടക്കി, എനിക്ക് തേങ്ങ അരണ്ടാനയക്കണം. 3 മണിയാകുമ്പോൾ തേങ്ങ അരണ്ടാൻ തുടങ്ങണം. എവിടെ പോയിട്ടൊന്നുമില്ല, വെറുതെ ചെലുത്താൻ വന്ന് പറയാ പൊന്നാര മനുഷ്യ കടന്നുറങ്ങിക്കോളി, എല്ലാ നേരവും നിങ്ങൾ ഉറക്ക് കുറേ പോയിക്കണം. കാൽക്കുലേറ്റ് ചെയ്താൽ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നും ബേജാറാകണ്ട. സത്യവിശ്വാസിക്ക് കിട്ടാനുള്ളത് റസൂലുള്ള പറഞ്ഞു, മൻ ഖാമ റമളാൻ സുമ്മ അത്ബഅഹു സിത്തന മിൻ ശവ്വാൽ കാന കസിയാമുദ്ദഖർ. ആരെങ്കിലും റമളാനിൽ നോമ്പെടുക്കുകയും തുടർന്ന് അവൻ 6 നോമ്പ് നോൽക്കുകയും ചെയ്താൽ, കാരക്ക തിന്നു തീരുന്നതിന്റെ മുമ്പ്, ബത്തക്കക്കാരനെ പിരിച്ചുവിടുന്നതിന്റെ മുമ്പ്, പാലുകാരനോട് സലാം പറയുന്നതിന്റെ മുമ്പ്, അതൊക്കെ ഉള്ള ഒരു നിലപാടിൽ നമ്മളുടെ ഗ്യാസും തീരുന്നതിന്റെ മുമ്പ് എല്ലാം തുടർന്ന സൗകര്യം ഒരുക്കി വീട്ടിൽ ഇതാ ഹൈറായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ബുദ്ധിമുട്ടുമില്ല. 29 നോമ്പോ 30 നോമ്പോ കഴിഞ്ഞ് പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിച്ച് വൈകുന്നേരമാകുമ്പോ മക്കള് ചോദിക്കുകയാണ്, വാപ്പാ ഇന്ന് ഞമ്മക്ക് നോമ്പ് തുറക്കണ്ടേ എന്ന് പറയുമ്പോ വാപ്പാക്ക് പറയാം, മക്കളെ ക്ഷമിക്കീ, നാളെ വീണ്ടും തുടങ്ങുകയാണിവിടെ അല്ലേ. 6 നോമ്പും കൂടി കലണ്ടറിലൊക്കെ ഉണ്ടാവും. അത് 6 നോമ്പ് കൂടി എടുത്താ ഒരു കൊല്ലത്തത് എങ്ങനെയാ കിട്ടണത്? റസൂലുള്ള പറഞ്ഞു, വിശദീകരിക്കുകയാണ് നബി തങ്ങൾ തന്നെ പറയുന്നു. സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു, സിയാമു റമളാൻ ബിഅശ്റതി അശ്ഹുരിൻ. നിങ്ങൾ 1 മാസം നോൽക്കുന്ന നോമ്പ് 10 മാസത്തേക്കുള്ളതാണ്. വസിയാമു 6 അയ്യാം, 6 ദിവസം നിങ്ങൾ എടുക്കുന്ന രണ്ടാമത്തെ നോമ്പില്ലേ, ബിശഹ്റൈനി, അത് 2 മാസത്തിനും കൂടിയുള്ള നോമ്പാണ്. ഫദാലിക സിയാമു സന. അങ്ങനെ നിങ്ങൾക്ക് 1 വർഷം പൂർണ്ണമായി കിട്ടുകയാണ്. ഈ 1 മാസത്തെ അള്ള പറഞ്ഞ നിർബന്ധ നോമ്പ് എത്ര മാസത്തിനാ? 10 മാസത്തിനുള്ളതാണ്. ഇനി 2 മാസത്തും കൂടി ബാക്കിയുണ്ട്. അത് കിട്ടണമെങ്കിലോ, അത് കിട്ടാൻ ആ 6 നോമ്പ് കൂടി അങ്ങോട്ട് നോൽക്കുക. അപ്പോൾ ഇതൊക്കെ ഞാനും നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്ന് ചെറുത്ത നമ്മളോട് പറയും, എടാ ഇന്ന് ഇപ്പൊ 20 30 ദിവസമൊക്കെ 30 ദിവസമൊക്കെ നോൽമ്പ് പറ്റില്ലേ, ഇനിയിപ്പോൾ എനിക്ക് പെരുന്നാളല്ലേ. ഒന്ന് ഉസ്താദിനോട് ചോദിച്ചോക്കെ, അല്ല ഉസ്താദെ ചൊവ്വാലിൽ ഏതെങ്കിലും ഒക്കെ നോറ്റാൽ പോരെ? പറ്റായിട്ടല്ല. എന്താ ഇതിന് മുടക്കം? മഴ അത് പെയ്യണ്, ഇടക്ക് വെയില്, ബത്തൊക്കെ കൊടുത്തിൻ്റെ ഒരു മുറി അവിടെ ഉണ്ട്, കാരൊക്കെ ബാക്കിയുള്ള പാക്കറ്റിലുണ്ട്. ഇനി എന്തിനാ നമ്മൾ വേറൊരു ചൊവ്വാലിൻ്റെ അവസാനത്തെ മാസം വായിച്ചൊക്കെ തിരഞ്ഞെടുക്കണേ? തുടർത്തുക അങ്ങോട്ട്. അപ്പോൾ ഞാൻ അമ്മായിൻ്റെ കൂടെ പോയിട്ടില്ല, മൂത്തമ്മാൻ്റെ പോയിട്ടില്ല, മൂത്താപ്പാൻ്റെ കൂടെ പോകണമെന്നും ഉണ്ടായിരുന്നു. അതൊക്കെ ഈദ്ഗാഹ് കഴിഞ്ഞിട്ട് പോയിക്കളി. 7:20 ഈദ്ഗാഹ്, 7:20 7:50 ആകുമ്പോഴത്തേന് കഴിച്ചും പിരിച്ചു വിടും. അത് കഴിഞ്ഞാൽ പോകാനുള്ളടത്തൊക്കെ പോവുക.
എന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഭാര്യനോട് പറയാ ഇൻഷാ അല്ലാഹ് നമ്മൾ അത്താഴത്തിന് റെഡി ആയിക്കോളി. അപ്പോൾ കുട്ടികൾ പറയാം വാപ്പാ നിങ്ങൾ എന്തിനായി നോൽമ്പ് വെൽക്കണേ? ഞങ്ങൾ 1 കൊല്ലം നോൽമ്പ് ഒറ്റ കൂലിയിട്ട്. അത് ശരി, ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ എടുത്തോളി. ഓലും അതെടുക്കണം. അപ്പം എന്തായി? 1 കൊല്ലം പുരയിലുള്ള എല്ലാവർക്കും നോമ്പായി. 1 കൊല്ലം നോൽക്കണോ? വേണ്ട. തറാവിഹിന് നിസ്കരിക്കാൻ വന്നിട്ട് തറാവിഹ് നിന്ന് നിസ്കരിച്ചു. എത്ര നേരം? 3/4 മണിക്കൂർ. അള്ള എഴുതിയേക്കണം എന്താ അറിയോ? ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു. പടച്ചോൻ നുണ എഴുതിയേക്കണ ആളല്ല, നമ്മളെ കൂലി വിചാരിച്ചിട്ട് പടച്ചോനെ എഴുതുക. ഒരു നേരം ഇമാമിൻ്റെ കൂടെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിന്ന് നിസ്കരിച്ചാൽ, 8 നിസ്കരിച്ചാൽ പോയാൽ അതാണ് അവർ പോകും. 8 നിസ്കരിച്ചിട്ട് അവരും പോകില്ല. ചിലർ അറിവില്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുമ്പേ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് ശീലം ഉണ്ടായതുകൊണ്ട് സുബൈൻ്റെ മുമ്പ് എന്തെങ്കിലും നിസ്കരിക്കണ്ടേ എന്ന് കരുതിയിട്ടാണ്. നിങ്ങളെ ആ നല്ല മനസ്സിന് നല്ലത്. പക്ഷേ മറ്റൊന്നുകൂടി അതിൻ്റെ കൂടെ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി പറഞ്ഞതാണ്. നിങ്ങൾ ഇമാമിൻ്റെ കൂടെ ഹത്താ യൻസരിഫ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ 1 രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി തരുന്ന് അള്ള പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന് ബേജാറാകണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയണം. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് നിസ്കരിച്ചതിന് കിട്ടുന്ന പോലെ മുമ്പ് തുടർന്ന് ഇമാമിനെ തുടർന്ന് 8-3 നിസ്കരിച്ചാൽ കിട്ടണ പോലെ തുടർന്ന് 6 നോൽമ്പ് കൂടി ആണ്ട് എടുത്താൽ 1 കൊല്ലം നോമ്പ് നോറ്റ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇരിക്കണ നിങ്ങളോ ഈ നിൽക്കണ ഞാനോ അത് കളയണ്ട. നമുക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളോ വല്ല വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പിന്നീട് മാറ്റി കുറച്ചങ്ങോട്ട് നീക്കണേൽ കുഴപ്പമോ വിരോധം ഉണ്ടായില്ല. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠവും സൗകര്യം അതാ. ഇനി നോക്കി നിങ്ങൾ ഇപ്പം ഞാനും നിങ്ങളും ഇത് എന്താ അറിയോ, ഇത് CD കൂടി ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടി പറയാണ്. നിങ്ങൾ ഇനി കേട്ട് മടുത്തിക്കണമെങ്കിൽ നിങ്ങൾ കുറേ കേട്ടതാണ്, കുറേ ദിവസമായിട്ട് കേൾക്കണതാണ്. ഞാൻ തന്നെ 3-4 വട്ടം വന്നതാണ്. പക്ഷെ ഞാനും ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു പേരാമ്പ്രയിലെ ഖുതുബക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ 5 ഖുതുബകളിൽ നിന്ന് ശേഖരിച്ച പോയിന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ തന്നെ ഒരു 50 പുസ്തകം വായിച്ചാൽ കിട്ടുന്നതാണ്. 5 ഖുതുബയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്കതൊന്നും നഷ്ടമാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കേറ്റ ലാഭമില്ല എന്നിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളി, ഞാൻ ഒന്നും പറയണമെന്നില്ല. എന്തായാലും ഞാൻ ചുരുക്കുകയാണ്. പക്ഷെ എന്നാലും നോക്കൂ നിങ്ങൾ, ഇപ്പം ഇതൊക്കെ നമ്മളെ നാട്ടിൽ ചെന്നിട്ട് നമ്മളെ കുട്ടികളൊക്കെ നേരെ വിപരീതമായിട്ട് പിന്നെ പള്ളിക്കൊക്കെ തന്നെ കയറുന്നില്ല. പിന്നെ ഒക്കെ നേരെ വിപരീതം. നമ്മളെ നിസ്കാരവും ഒക്കെ മഗ്‌രിബ് നിസ്കാരവും ഒക്കെ സുബഹിയും ലഹറും അസറും ഒക്കെ ഉഷാർ തന്നെയാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞാൽ 3:30 നമ്മൾ അസർ നിസ്കരിച്ചണ എപ്പോഴാണ്? 4 മണി 4:05 അല്ലേ? ഇനി നമ്മൾ കാണാം 3:45 വന്ന് നിസ്കരിച്ചിന്. അപ്പോൾ ഹത്തീബ് പറയും നമ്മളോട്, അല്ലടാ വാങ്ങ് കൊടുത്തിട്ടില്ല. അല്ല ഉസ്താദേ ഞാൻ ഉച്ചക്കത്തെ ലൂറാണ് നിസ്കരിച്ചത്. അത്രത്തോളം ഒക്കെ പെട്ടെന്ന് നമ്മൾ പോയാലോ? ഖുർആൻ പറയാ ആരെങ്കിലും നിങ്ങളുടെ മടമ്പും തിരിഞ്ഞ് നേർ വിപരീതം നിങ്ങൾ ആരെങ്കിലും നടന്നുപോയാൽ ഫലം യളുറല്ലാഹു ശൈആ, അല്ലാഹുവിന് ഒരു ഉപദ്രവവും ഇതൊന്നും ഉണ്ടാക്കുകയില്ല കേട്ടോ. വസയജ്സിയല്ലാഹു ശാകിരീൻ, നന്മ കാണിക്കുന്ന നന്ദി കാണിക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കേണ്ടത് റബ്ബ് കൊടുക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ വിചാരിച്ചൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അല്ലേ? ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളോട് ചോദിക്കുക, എന്താ നിങ്ങൾക്ക് ഒന്നുമില്ല ഓനെ എങ്ങനെ അങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് അതാ വിചാരിക്കുക. നോമ്പ് നല്ല നോറ്റൊരു വാപ്പനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, എന്താണ് ഇതിൻ്റെ ഗ്യാരണ്ടി ഒക്കെയാണ് ഫോണീൻ്റെ മുമ്പ് ഞാൻ പോവുകയാണെങ്കിൽ പടച്ചോൻ്റെ അടുത്തുനിന്ന് കിട്ടുകയായിരിക്കും. പിന്നെ എന്നാ ആട്ടുകൂടി നടന്ന് കുറേ കാലം നടന്നാൽ അതൊക്കെയാണ് പോവുകയും ചെയ്യും. അത് പറയും. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയുണ്ടോ? എവിടെ പോയാലും അങ്ങനെ തന്നെ. വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിട്ട് വിമാനം ഇങ്ങോട്ട് റൺവേന്ന് ഇങ്ങോട്ട് കയറിയിട്ട് മുകളിലെത്തിയിട്ട് ദുബായിക്ക് പോകാൻ വേണ്ടി അപ്പുറം മറ്റോനും ദുബായിക്ക നമ്മളും ദുബായിക്ക എരുത്തിരിക്കുമ്പോൾ ഒരുത്തും ചോദിക്കുക, എന്താ എൻ്റെ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം മോനെ എങ്ങനെ പോയി കെലിമെല്ലി മരിച്ചു പോകണം. അതിനായിട്ട് ദുബായിക്ക് പോണേ. ദുബായിക്ക് അതിനല്ല പോണത്. കുട്ടികളെ ചൊക്കിനും ചേൽക്കും പോറ്റണം, ഹലാലായത് തീറ്റ കൊടുക്കണം, എന്നിട്ട് ആണ് പോകണം. അപ്പോൾ ഓനോട് തിരിച്ചു വെച്ച് നോക്കി എൻ്റെ ഉദ്ദേശം എന്താ? ഓനും പറയും ഇപ്പം അത് പറഞ്ഞു നോക്കുമ്പോൾ എനിക്കും 10 തന്നെ ആ ലക്ഷ്യമുള്ളൂ. അല്ലാതെ 10 നില ഫ്ലാറ്റുകാരനോട് ഓൻ്റെ ലക്ഷ്യം ചോദിച്ചാൽ ഓൻ 11-ാം നില പൊക്കണം ബേജാറിലേക്കാരം. അങ്ങനത്തോനോടൊന്നും കൂടി ചോദിക്കണത് അങ്ങനത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കി. ഒരു ഈമാനോട് കൂടി ഇങ്ങനെ നടന്നു പോവുക. എന്താ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് നോക്കി. നമ്മളെ ലക്ഷ്യം കൂടി ഓൻ്റെ ലക്ഷ്യത്തേക്ക് അവിടെ എത്തിക്കും. അല്ലാതെ നിങ്ങളെ എത്തുക അങ്ങനത്തെ ഒരുത്തനെ കണ്ടാൽ ഓനോട് പറയും ഇപ്പം നോക്കാം ഇപ്പം എൻ്റെ അടുത്തൊരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടോ, എന്ത് ഇന്ന് സ്വർണം വാങ്ങിയിട്ടാൽ നാളെ കൂടും. നമ്മളാകെ പറയാനുള്ളതാണ് ഇപ്പം അത്. അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ്. മറ്റോനെന്താ പറയാറിയോ, കാക്ക നടന്നോളൂ ഒന്നുമില്ല, ഒരു 10 ഉറുപ്പ്യ കൊടുത്ത് എൻ്റെ അടുത്ത് ഒന്നുമില്ല, എൻ്റെ കൂടി ഒരു 10 ഉറുപ്പ്യ കൊടുത്ത് ഞാൻ ഒന്ന് തരാം. അങ്ങനെ ചിന്തിക്കും. അത് നമ്മക്കൂടി മനസ്സിൽ വേണം. അങ്ങനെ എന്നാലേ അങ്ങനെ ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ആവൂല.
അതുകൊണ്ട് ഖുർആൻ പറയാ, വിശ്വാസികളെ ആരെങ്കിലും തിരിച്ചു നടന്ന നമ്മൾ പറയില്ലേ, നമ്മളോട് നമ്മളെ വാപ്പയൊക്കെ പറയില്ലേ, മോനെ മാണെങ്കിൽ പിടിച്ചോ. ഇപ്പം ഈ മഴയൊക്കെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ പുതുക്കിനിറങ്ങുമ്പോൾ ഒരു മീൻ പിടിച്ചാൽ പോലല്ലേ നമ്മളെ നാട്ടുകാർക്കൊക്കെ. പുതുക്കിനിറങ്ങി പോകുമ്പോൾ കാരനോല് വലിയ നാക്കുള്ളവർ പിടിച്ചാൻ കഴിയാത്തവർ ടോർച്ച് അടിച്ചു തരും. ഓലാണ് ടോർച്ച് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് പറയും മോനെ എപ്പം വെട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടികൾ കൊണ്ടുപോകുന്ന അറിയും. അതേപോലെ അള്ളാഹ് നമ്മളോട് പറയാ, ഇതാ നിങ്ങൾ തിരിച്ചു നടന്നോ, ഒരു ബേജാറുമില്ല മക്കളെ, കൂലി ഉണ്ടല്ലോ അത് ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്തോളാം. അടിമകളെ കൊടുക്കാനുള്ള കൂലി ഉണ്ടല്ലോ അത് ഈ കൂട്ടത്തിന് നിങ്ങളൊക്കെ കൂട്ടത്തിന് കുറേ ആൾക്ക് കിട്ടാൻ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു, അതേമാതിരി നാട്ടുകാരൊക്കെ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നടന്നപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ വരാൻ പോണു? ഇവിടെ ഒന്നും വരാൻ പോണില്ല, ഇവിടെ ഒന്നും വരാൻ പോണില്ല. ചിലർ ചോദിക്കാറില്ലേ, പിന്നെ വസ്ത്രം നരിയാണിക്ക് താഴെ പിന്നെ അടിച്ച് നടന്ന അങ്ങനെ പിന്നെ അതിൻ്റെ കാരണം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നരകം കിട്ടുന്നില്ല. പെട്ടെന്ന് നരകം കിട്ടുന്നില്ല, മരിച്ചാലേ കിട്ടുള്ളൂ. ഇത് ഇവിടെ നടക്കുമ്പോൾ നരകമൊന്നും കിട്ടൂല, അവിടെ പോയാൽ കിട്ടും. റസൂൽ അള്ളി പറഞ്ഞൊക്കെ ഇങ്ങനെ കണിശമാണ് ഓരോന്നും. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനൊന്നും ഒരു ലഘൂകരണം നമ്മളാരും വരുത്തേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, അവസാനാണിത് അല്ലേ, അവസാനത്തെ നിമിഷങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വന്നു വളരെ സ്വീകരിച്ചു. ഒന്നാമത്തെ നോമ്പ് കുട്ടികളും മക്കളും പള്ളിക്കും വിവാദത്തും ദിക്റും അമലും ഒക്കെ പാടെ സജീവമായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മളെ വീട്ടിൽ പുതിയാപ്പള കല്യാണം, മകൻ്റെ കല്യാണമാണ്, എല്ലാവരും കൂടിയൊക്കെ ഒരുങ്ങി റെഡിയായി, അവിടെ ചോറ് വിളമ്പി ഇവിടെ ചായ വിളമ്പി ഒക്കെ കൊടുത്ത് അവസാനം പുതിയാപ്പള ഒരുങ്ങി ഇറങ്ങുകയാണല്ലോ. ഇറങ്ങാൻ നോക്കുമ്പോൾ വാപ്പയെ നമ്മളെ കാണാനല്ല, ഓനൊക്കെ ഒരുങ്ങി, ഓനാകെ ഒരുങ്ങിയതിനാ ഓൻ പുതിയാപ്പള ഇറങ്ങുകയാണ്. അതിനെൻ്റെ വാപ്പാക്കൊരു സലാം കൊടുക്കാൻ നോക്കുമ്പോൾ വാപ്പാനെ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ നോമ്പിനെ സ്വീകരിച്ചൊരു വാപ്പുണ്ട് അതിന് വീട്ടിൽ. നോമ്പ് ഇറങ്ങാൻ നേരം ആ ഉപ്പയെ കാണാനില്ല. ഉപ്പ അങ്ങാടിയിൽ എവിടെയോ തെണ്ടി നടക്കുകയാണ്. ആ നോമ്പിലേക്ക് വന്നപ്പോൾ ഒരു ഉമ്മ സ്വീകരിക്കാനുണ്ടായിരുന്നു നോമ്പിനെ, ആ ഉമ്മയെ കാണാനില്ല. അവിടെ കുറേ മക്കളുണ്ടായിരുന്നു, അവരെ കാണാനില്ല. അവർ മൈലാഞ്ചി ട്യൂബും തിരക്കും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളെ വീട്ടിൽ ആ വന്ന അതിഥിയെ തിരിച്ചയക്കാൻ ആ റമളാനിന്റെ അവസാനത്തെ 29-30 ദിനരാത്രങ്ങൾ വരെ ഖുർആൻ പറയാ, വനീബു ഇലാ റബ്ബിക്കും. എന്താ ഇനി അവസാനാണ്, എന്താ ഇപ്പം ഇനി നോൽബൊക്കെ ഇവിടെ കഴിഞ്ഞില്ല, ഇനി എന്താ ഉള്ളത്? അള്ളാഹ് പറയാ, വനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. വസ്ലിമൂ മിൻ ഖബൽ അൻ യഅതിയകുമുൽ അദാബു ബഗ്ത വഅൻതും ലാ തശ്ഉറൂൻ. പെട്ടെന്ന് വരുന്ന ശിക്ഷയെ നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പായി നിങ്ങൾ ഖേദിച്ചു മടങ്ങിക്കോളൂ. ഇനി എന്തെങ്കിലും പറയാണ്ടോ പടച്ചോനോട്? എന്തെങ്കിലും ഒക്കെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്കും ഇങ്ങൾക്കും അറിയാം. അത് ഞാൻ ചെയ്തൊക്കെ പോയതേനു. പടച്ചോനെ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞ് ഒരു സഹോദരൻ ഗൾഫിലാണ്, വിദേശത്ത് ജോലി ചെയ്യാൻ. അപ്പോൾ ഞാൻ ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് റൂമിലേക്കൊന്നും വിശ്രമിക്കാൻ അങ്ങോട്ട് കയറിയപ്പോൾ ഒരു കൂട്ടുകാരൻ വന്ന് കയ്യിൽ പിടിച്ചു. സാധാരണ അവനൊരു സുന്നി പള്ളിയിൽ ജുമാക്ക് പോണ ഓലതിയിൽ അങ്ങനെയാണല്ലോ, മൂലിയാരാണല്ലോ ഒക്കെ പുറത്തു കൊടുക്കേണ്ടത്, പാവങ്ങളൊരു പൊതുധാരണയാണ്. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, മൗലവിയെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ പറയും, ഇന്നോടല്ല പറയണ്ടേ, നിങ്ങൾ അവിടെ പറയും. ഇന്നോടുള്ളതല്ലോ, അല്ല അവിടെ പറയും, അള്ളാഹിനോട് പറയും, ഇന്നോടല്ല പറയണ്ടേ. കാരണം ഇസ്ലാമിൽ അങ്ങനെ ഒരു കുർബാനല്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിക്കണേ ഈ പടച്ചോനോട് പറയും. ഈ ആയത്ത് ഇതൊന്നും നീട്ടി ഓതിയിട്ട് അതിൻ്റെ അർത്ഥം ഒന്നാണ് പറഞ്ഞു കൊടുത്തു. അള്ളാഹിൻ്റെ ആയത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാനും നിങ്ങളൊക്കെ ഹൃദയത്തേക്ക് ഖുർആൻ ഇടക്കിടക്ക് ഇങ്ങനെ ഓതി അത് ഇങ്ങനെ തട്ടിച്ചണം. അതല്ലാതെ ഖുർആൻ അവിടെ എടുത്ത് വെച്ചിട്ട് എനിക്കെന്താ ഹിദായത്ത് ഇട്ടാത്തതും ചോദിച്ചിരുന്നിട്ട് കാര്യമല്ല അല്ലേ. നമ്മളെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 69 മെസ്സേജ് വന്നിട്ട് ഒന്ന് വരാൻ സ്ഥലമില്ലായിട്ട് ഇങ്ങനെ മിന്നി കളിച്ചു നോക്കുക. തുറന്നു നോക്കുമ്പോൾ ഒന്നും ഞമ്മക്കുള്ളതില്ല. ഒക്കെ കമ്പനി 69 ഉറുപ്പ്യ അടച്ചാൽ അത്ര ലാഭമുണ്ട്, 70 ഉറുപ്പ്യ അടച്ചാലല്ലേ ലാഭമുള്ളൂ. എന്തിനാ നടക്കണം? ഖുർആൻ തുറന്നു നോക്കി 6000 ചില്ലുവാനോ മെസ്സേജ് വന്നു നോക്കിയിട്ട് ഒന്നും തുറന്നു നോക്കാതെ ഇങ്ങനെ പുറമുള്ള ഹെഡിങ് മാത്രം നോക്കി ഇങ്ങനെ കുത്തിർക്കുക. ഇങ്ങനെ നോക്കി ഓതി ഇങ്ങനെ പോയിക്കണേ അല്ലേ. മുകളിലുള്ള ഹെഡിങ് മെസ്സേജ് അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒന്ന് തുറന്നു നോക്കണ്ട, ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഈ പറയണതെന്ന് ഒന്ന് നോക്കണ്ടേ. ഒന്ന് നോക്കിയിട്ട് അതിലേതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് പറ്റാത്തുണ്ടെങ്കിൽ പറയും. ഒന്നും ഉണ്ടല്ലോ, 6000 ചില്ലുവാനോ ഞമ്മക്കുള്ള തന്നെ ഒന്നുമില്ല നമുക്കുള്ളതല്ലാത്ത. എന്നിട്ട് അതാണ് തുറക്കപ്പെടാതെ വെച്ചത് അല്ലേ. അപ്പോൾ നോക്കൂ, നമ്മൾ പാപങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ പെരിന്തൽമണ്ണപ്പം അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ കോഴിക്കോട് നിങ്ങൾ കോഴിക്കോട് ചെന്നു വണ്ടി കൊണ്ടുപോയി നിർത്തിയപ്പോൾ പച്ച ലൈറ്റ് ഇങ്ങോട്ട് കെട്ട് ചോപ്പും ഇങ്ങോട്ട് കത്തി ഒരൊറ്റ കട്ട് ചെയ്ത് പോയിട്ട് അപ്പുറം നോക്കി പോലീസ് ഇവിടെ അല്ല, പോലീസ് അവിടെ അല്ല, അപ്പുറമല്ല. സമാധാനമായി. അങ്ങനെ നമ്മൾ വന്ന് മലപ്പുറത്ത് വന്ന് 2 കൊല്ലം കഴിഞ്ഞ് ടാക്സ് അടക്കാൻ ചെന്നപ്പോൾ ഓഫീസർ ചോദിച്ചു, എന്തോ സിഗ്നൽ കട്ട് ചെയ്തീനോ?
കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അല്ല ഒന്നും കൂടി ഈ വണ്ടി നിങ്ങളതാ, വണ്ടിൻ്റെതാണ്, പക്ഷെ ആള് ഞാനല്ല. ഒന്നും കൂടി ഇങ്ങോട്ട് സൂം ചെയ്തിട്ട് പറയും ഈ ബനിയ ഞങ്ങളതാ, ബനിയൻ്റെതാണ്, പക്ഷെ സംഗതി ഞാനല്ല. ഒന്നും കൂടി സൂം ചെയ്തിട്ട് പറയും ഇത് നിങ്ങളെ മുഖമാണോ? എന്നാൽ അവിടെ 2000 അടച്ചളി നോക്കി നിങ്ങൾ ഗൗരവത്തിലെടുക്കിയത്. ഇതും അള്ള തന്ന ബുദ്ധി കൊണ്ട് മനുഷ്യണ്ടാക്കിയ ഒരു ലഘുവായ സംവിധാനം. നാളെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ സ്ക്രീൻ സൂം ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ ഇങ്ങളിൽ തെറ്റ് പടച്ചോൻ കാണിക്കണീൻ്റെ ഒന്ന് പൊറുക്കാൻ പറയും. പടച്ചോൻ ഇന്ന് തേടി ഇവിടുന്ന് ആയാലും വേണ്ട, വീട്ടിൽ നിന്ന് ആയാലും വേണ്ട, പള്ളിക്കെന്നായാലും വേണ്ട, എന്തെങ്കിലും വന്നു പോയിന് ഒന്നും ഒക്കെ അവിടെ സ്റ്റോറാണ്. ഒന്നും സ്റ്റോർ ചെയ്യാത്തില്ല. ഡിലീറ്റ് ആക്കണോ പറഞ്ഞോളി പടച്ചോനോട്. പറഞ്ഞിട്ട് പടച്ചോന് നമ്മളെ കണ്ണീര് കണ്ടിട്ട് അത് അവിടുന്ന് കണ്ട് മായ്ച്ച് കളയാൻ അള്ളാഹുവിന് തോന്നും. അള്ള കാരുണ്യവാനാ. അവസാനത്തെ നിമിഷമാണിത്. ചോദിച്ചോളൂ റബ്ബിനോട് തേടാനും. എന്തിനാണ് പടച്ചോനും ഇത് പറഞ്ഞതും ഹാരിസ് മൗലവി മിമ്പർ വന്ന് ഇതൊക്കെ ഓതുന്നതും ഞാനും നിങ്ങൾ ഈ ആയത്തൊക്കെ കേൾക്കണമൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ? അള്ള പറയുന്ന അവസാന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ അറിയോ? സൂറത്തു സുമറിലെ 2-3 ആയത്ത് പടച്ചോൻ പറയാ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആയും തന്നെ ഓതിത്തരുന്ന എന്തിനാ അറിയോ? പടച്ച തമ്പുരാൻ പറയുന്നു, നിന്റെ ആത്മാവ് അവിടെ ചെന്നിട്ട് ഖേദം പറയും. എന്താണ് ഖേദം പറയുന്നതെന്നോ? ഖേദം പറയുന്നത് പടച്ച റബ്ബേ ഫീ ജംബില്ലാ, അള്ളാന്റെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് വിലപിക്കുന്നീ അവിടെ വെച്ച്. പടച്ചോൻ പറയാ, ഇതൊക്കെ ഇതിന്റെ മുമ്പ് എന്തിനാ എനിക്ക് പറഞ്ഞു തന്നെ അറിയോ? എനിക്കറിയാം, നമ്മളെ പടച്ചോൻ അറിയാം. എന്താ പടച്ചോൻ നമ്മളറിയോ? നമ്മളോട് പറയാ, ഇജിപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമല്ലേ? ഇജ് അവിടെ വന്നിട്ട് പറയും, പടച്ചോനെ ഇഞ്ച എല്ലാ കാര്യവും ഭംഗിയായി, ഇഞ്ച പാസ്പോർട്ട്, ഇഞ്ച വിസ, ഇഞ്ച റേഷൻ കാർഡ്, ഇൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഇഞ്ച ആധാരം ഒക്കെ റെഡിയായി. പക്ഷെ അള്ളാൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു കുഴപ്പം വന്നീനു. ഇജ് നാളെ അവിടെ വന്ന് പറയും. ആരാ പറയണ അറിയോ? സൂറത്ത് സുമറിൽ 54 മുതൽ 59 വരെയുള്ള ആയത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഖുർആൻ ഒന്ന് എടുത്ത് മറിച്ച് അതിൻ്റെ ആശയം നോക്കി അതിൽ പറയാ, ഇജ് പറയും എനിക്കറിയാം, ഇജ് അവിടെ വന്ന് പറയും, ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പറയും ഇതൊന്നും പടച്ചോനെ സംഗതിയൊക്കെ ശരി തന്നെയാണ്. ഒക്കത്തിൽ ഞാൻ വിജയിച്ചു, പരീക്ഷയിലൊക്കെ ഞാൻ ജയിച്ചിരിക്കുന്നു, ഒരു കച്ചവടത്തിലും ആരും ഞാൻ വെച്ചിട്ടില്ല. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഒരബദ്ധം എനിക്ക് പറ്റിയേക്ക്. അതെന്താ? എൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ ജയിച്ചിട്ടില്ല. അത് നിങ്ങൾ വന്ന് പറയും. അത് ഇനി പറയരുത്, അതിനായി പറഞ്ഞു തരണേ. അത് നമ്മൾ അവിടെ ചെന്ന് പറയാൻ പാടില്ല. പടച്ചോനെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഞാൻ പരാജയപ്പെട്ടു, ഇച്ചൊരു ഉന്തുകണ്ടിയായിരുന്നു. അതിൽക്കൂടി ആ കടലിട്ട് കിടക്കുമ്പോൾ KSRTC അടിച്ചടിച്ച് അത് പോയി. അത് നാട്ടുകാർ തന്നതായി. പിന്നെ പള്ളിക്കൊക്കെ പോയി, പള്ളിക്ക് അങ്ങനെ കുത്തിറക്കും. ആരും ഞാൻ കമ്മിറ്റിയിലൊന്നും എടുക്കില്ല, കാരണം ആ ഒരു ഇറകുപ്പായിട്ട് അങ്ങനെ പോവുകയാണ്. നിശ്ചയത്തിനും ആരും വിളിച്ചില്ല, കല്യാണത്തിനും ആരും വിളിച്ചില്ല, തുറക്കാനും ആരും വിളിച്ചില്ല. അങ്ങനെ. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ കാര്യത്തിൽ ഞാൻ ജയിച്ചിരിക്കണ്. അത് തന്നെയാ ജയം. അല്ല പറയാ, ഞാനിപ്പോ വെറും പരിഹസിക്കുന്നവനായി മാറി. ഇക്കാലത്തെ ഇപ്പൊ നമ്മളൊരു താടിയൊക്കെ ചെറുത്ത് അങ്ങനെ വരുന്നുണ്ട അല്ലേ? മുത്തക്കി പോണേ അല്ലേ? നമുക്ക് 3 മരിയക്കളുണ്ട്. ഒരുത്ത ഈമാനോട് കൂടി ഖലാസുള്ളവരാണെങ്കിൽ മോനെ നമ്മൾ പറയേ, എന്താ വീട്ട സൈസ് ആദ്യം തന്നെ അത് അറിഞ്ഞിക്കണമെങ്കിൽ ഇത് മണ്ടില്ലായിരുന്നു, മോൻ അവിടെ ഉണ്ടാവും. ബാക്കിയുള്ളവനൊക്കെ എന്താ പറയാറിയോ? ഒക്കെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, നമ്മൾ ബ്രോക്കറോട് എങ്ങനെ പറയാറിയോ? മോനെ ഒരു ഹാഫ് തക്കുവെള്ള ഒരു പുതിയ ആപ്പിളിനെ കിട്ടണതിനാ. കാരണം ഞമ്മക്ക് തന്നെ കാലുള്ളൂ. അപ്പം നമ്മളിൻ്റെ ഒരു അരിയും കൂടി കാലും കൂടി കൂടിക്കോട്ടെ. ഞമ്മക്ക് മുഴുവുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാ പറയാറിയോ? ഒരു തക്കുവെള്ള ഒരു കുട്ടിനെ കിട്ടണം എന്നാണ്. മുത്തക്കിയായ ഇന്ന് ബസ്സിൽ ഒരാൾ കണ്ടപ്പോൾ പറയാ, മോക്കൊരു കല്യാണം വന്നിരുന്നു, മോന് 30 വയസ്സാണ്, എൻ്റെ മോക്ക് 18 വയസ്സായിക്കണം, എൻജിനീയറാണ്, എല്ലാവിധ ഇതും ഉണ്ട്. പക്ഷേ ഞങ്ങളവിടെ പോയി അന്വേഷിച്ച് പോരുകയാണ്, പള്ളിക്ക് പോകാറില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി. കാരണം ശ്രീധനവും വേണ്ട, ഒന്നും വേണ്ട ഒക്കെ പറഞ്ഞിരിക്കണം. പക്ഷെ മൂപ്പർക്ക് അങ്ങോട്ട് വേണം, എന്ത് ദീൻ വേണം. നമ്മളെന്താ പറയുക, ഒന്നും വേണ്ടാറിഞ്ഞിരിക്കണം മോൻ്റെ, അതുകൊണ്ട് ഒന്നും വേണ്ട, ആയിക്കോട്ടെ അറിയും. പക്ഷെ ഇയാൾ അങ്ങോട്ട് പറഞ്ഞത് ഒന്നും ഇല്ലേലും വേണ്ട മോനെ, അത് ഉണ്ടാണ്, അതും 5 വേണ്ടാറിഞ്ഞാൽ എൻ്റെ കുട്ടീൻ്റെ കാര്യം പോക്കാം, അതുകൊണ്ട് ആ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നല്ലോ. നോക്കിങ്ങൾ. അപ്പോൾ കുറച്ച് ഇഖ്ലാസുള്ള ഇതൊക്കെ കാണുമ്പോൾ പരിഹസിക്കരുത്. ഒരു പരിഹാസ ബുദ്ധി ഉണ്ട് എനിക്കും നോക്കൊക്കെ. കാരണം അത്യാവശ്യം ഈമാനുള്ളവനെയൊക്കെ കണ്ടാൽ നമ്മൾ മുസ്ലിം സൊസൈറ്റി അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. പള്ളിക്ക് വാങ്ങിക്കൊടുക്കാൻ ആരും നിൽക്കാത്ത എന്തുകൊണ്ടാണ്? കൂട്ടരെ എന്താ നിൽക്കാത്ത? നമ്മളെ നാട്ടിലുള്ള സമൂഹത്തിൻ്റെ നിന്യത. പള്ളിയിൽ വാങ്ങിക്കൊടുക്കണോ നമ്മളെന്താ പറയാ? മുക്രി. ആ പദം തന്നെ ഒരു മനുഷ്യന് കേട്ടൂടാ. എന്താ? നമുക്ക് വിവരം ലയിച്ചല്ലേ? മുക്രി എന്ന് പറഞ്ഞാൽ ഓതി കൊടുക്കുന്ന ഉസ്താദ് എന്നാ.
ആ പദം എന്താ തിരിയാത്തോണ്ട് നമ്മൾ മുക്രി എന്ന് പറഞ്ഞു. അതോടുകൂടി പള്ളിക്കുള്ള ഒരാൾ ബാങ്ക് കൊടുക്കാൻ വിചാരിച്ചാൽ പറയും ഞാൻ കൊടുക്കൂല. പിന്നെ നമ്മളെന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലും ഒരു പള്ളിയിൽ എന്തെങ്കിലും ഒരു വറ്റോ എന്തെങ്കിലും നമ്മൾ നിന്ന ഉരുവറ്റേക്കാരൻ എന്താ ഇവിടെ കിടക്കണേ നിറഞ്ഞുകാണ്ട് എല്ലാവരും കൂടി ഓന വളി. അപ്പോൾ ആൾക്കാരെന്താ പറയുന്നത്, വിടുന്നില്ല ഞാൻ പോവുക പറഞ്ഞാണ്ട് രാജിവെച്ചങ്ങാണ്ട് പോകും. പള്ളിയിൽ നിൽക്കണവന് 3000 ഉറുപ്പ്യ അല്ലേ. പള്ളിയിൽ രാവും പകലും അളുഹറും അസറും മഗ്‌രിബും ഇശാവും അടിച്ചു വാരലും തുടക്കലും പൈപ്പും പൊട്ടിയതും ചീറ്റലും ഒക്കെ മാറ്റിയാൽ ഓന് 3000 ഉറുപ്പ്യ. നമ്മൾ 10,000-ന് ഒരു പീഡിയക്കാരൻ വിളിച്ചു ഇവിടെ നിന്ന് പൊതിയാൻ നിൽക്കുക. ഞാൻ നിൽക്കൂല, 10,000-ന് ആരെ കിട്ടണമെന്നാ. അപ്പോൾ ഞമ്മക്ക് കിട്ടണ മാതിരില്ലെങ്കിലും പള്ളിക്ക് സേവനം ചെയ്യണോന് പടച്ചോൻ തൗഫീഖാക്കിയിട്ട് ഓൻ്റെ കുടുംബം പോറ്റാനുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ഒരു മൂലിയാരൊക്കെ പറഞ്ഞേ മൗലവിക്ക് ശമ്പളം കൂട്ടണോ അങ്ങനെ ചർച്ച ചെയ്ത് കട്ടൻ ചായ 3 എണ്ണം വന്നു പറഞ്ഞു. ഒക്കെ കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ, നിങ്ങൾ കൂട്ടണ്ട, ഇഞ്ച 4 കുട്ടികളെയും ഇഞ്ച പെണ്ണുങ്ങളുണ്ട്, ഓലെ ചെലവ് നിങ്ങൾ നോക്കിയാൽ മതി, ഇൻ്റെ ചിലവ് നിങ്ങൾ നോക്കുമല്ലോ, അത് വേറൊന്നും നിങ്ങൾ കൂട്ടണ്ടാണ്. അപ്പം അതെത്ര വരും, അത് നിങ്ങൾക്കൊക്കെ മക്കളും കുട്ടികളൊക്കെ അല്ലേ, അതിനെത്ര വരും നിങ്ങൾ കണക്കൂട്ടിക്കോളെ. അപ്പോൾ ഓല് പറഞ്ഞല്ലോ എന്നാ കൂട്ടി 1000. അപ്പോഴാണോലെ തലയിലേക്ക് പിടിച്ചത്. അപ്പോൾ ഈ നിന്ദ്യത എന്നൊക്കെ പറഞ്ഞാൽ മതനിന്ദ്യത പോലെ തന്നെ പള്ളിയോടുള്ള നിന്ദ്യത, പള്ളി പരിപാലകരോടുള്ള നിന്ദ്യത, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ പള്ളിയിൽ ഖുത്ബ നടത്തുന്ന ഉസ്താദിനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, മറ്റേ മുഅദ്ദിനാണെങ്കിലോ ഇങ്ങനെ ആളെ പിടിച്ചുകാണ്ട് കറ്റിയെങ്കിൽ ഒന്ന് പിരിച്ചിട്ട് വിടും. അങ്ങനെയല്ല, മറ്റോനെ ഉസ്താദ് ഹത്തീബായി എനിക്ക് നിങ്ങളാരും സലാം തരുന്നില്ല, കാരണം കിട്ടിയിട്ട് കുഴങ്ങിയല്ലോ ഞങ്ങളൊക്കെ. പക്ഷേ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അത് സലാം പറഞ്ഞു. എന്താ അറിയോ മോനെ, എന്നെ കൊണ്ട് ഇത് കയ്യായിട്ടാട്ടടാ, കൈജൂല നമുക്ക് കൈജൂല കൂട്ടരെ കൈജൂല. നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കാൻ നിന്ന് നോക്കി, അയ്യാല സ്വലാന്ന് ആദ്യം പറയില്ല, അയ്യാല ഫല ആദ്യം പറയും, സ്വല ആദ്യം പറയും, പിന്നെ ആകപ്പാടെ ഒറ്റ ബാങ്ക് കൊണ്ട് നമ്മളെ പിരിച്ചു വിടും. ഇതെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ കൊടുത്ത് പൂർത്തിയാക്കണ്ടേ. അപ്പം നീ നിന്ദിക്കാൻ പാടില്ല, മതത്തെ കളവാക്കി നിന്ദിക്ക്. മതപ്രബോധകർ വീട്ടിലേക്ക് ചെന്നാലേ മുസ്ലിം വീട്ടിൽ നിന്നാണ് നിന്ദ്യത ഉണ്ടാകല്. അറിയോ നിങ്ങൾ, മുസ്ലിം വീട്ടിൽ നിന്ന് ദീനുള്ള വീട്ടിൽ നിന്ന് എന്താ പറയാറോ, മോനെ എന്തെങ്കിലും 10 100 എടുത്തുകൊടുത്തുകാണ്ട് വിട്ടളാന്ന് പറയുമ്പോൾ 100 പറയില്ല കേട്ടോ, 10 10 15 കൊടുത്തുകാണ്ട് വിട്ടളാന്ന് പറയും. ഹിന്ദുക്കളാണെന്നറിയോ, മോനെ ആരാ വന്നേക്കണേ, വാതിലൊന്ന് തുറന്നേ. വാതിൽ തുറന്നിട്ട് നമ്മൾ ചൊട്ടത്തിൻ്റെ പ്രവർത്തകരും കൂട്ടുകാരൊക്കെ പറയും ഞങ്ങളിങ്ങനെ ഒരു പൊതു നന്മ പറയാൻ വേണ്ടി. ആ നല്ല കാര്യമല്ലേ, ഇരുന്നോളൂ. അപ്പോൾ ഒക്കെ കേട്ടിട്ട് പറയും അപ്പം മോനെ ഈശ്വരനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അല്ലേ, വേറൊന്നും പാടില്ല. മോനെ എന്നാ ആ മാലങ്ങ് മാറ്റി വെച്ചാൽ ഒക്കെ എത്രപ്പെട്ട നമ്മൾ വിചാരിച്ചു പഠിച്ചവരെ ഇപ്പം തന്നെ ചെല്ലുമോ കെലിമാൻ, അത്രത്തോളം ഉഷാറായിട്ടാ ചിലർ. കാരണം അറിയോ, അവർക്ക് നല്ലതേ ഉള്ളൂ, അവർക്ക് നല്ലതിനെക്കുറിച്ചേ ഉള്ളൂ അല്ലേ. അവർക്ക് നല്ലത് കേൾക്കാനും. നമ്മൾ മുസ്ലിങ്ങൾ എന്ത് പറയും, ആരെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്നില്ലേ, ചില ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയില്ല മൊബൈലൊന്ന് ഓഫാക്കിയേക്കാം. ഓഫാക്കിച്ചാലും കോള് വരും ചിലർക്ക്. അജാതി വളവന്മാരൊക്കെ അല്ലേ നമ്മളെ നാട്ടിൽ കൂടിയൊക്കെ. കാരണം എന്താ അറിയോ, നമുക്ക് പോകണമെന്ന് തോന്നിയാൽ മെല്ലെ നീച്ചിട്ട് ഇത് ചെവിയിൽ വെച്ചിട്ട് ഹലോ പറഞ്ഞ് ആരും വിളിച്ചൂല കൂട്ടരെ ഓഫാക്കിയാൽ വെറുതെ കാട്ടുകയാണ് അതൊക്കെ. അതൊക്കെ ഒരു സദസ്സിനും ഒരു ദീനിനോടും ഒക്കെ ഉള്ളൊരു നിന്ദ്യതയാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. ജുമാക്ക് വന്നാലും ആ ജുമാക്ക് വന്നൊക്കെ ഓഫാക്കി അവിടെ വെച്ച് ജുമാ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഒന്നും വേണ്ട, ജുമയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക. ചിലപ്പോൾ അതിൽ കുറേയൊക്കെ ബന്ധു കിടക്കുന്നുണ്ടാകുക, എന്താണെന്ന് വിളിച്ചു വെച്ചാൽ. അല്ല, ഇത് നമ്മളെ മൊബൈലും നമ്മളെ പെന്നും നമ്മളെ ബന്ധുവും എല്ലാം കൂടി വണ്ടിൻ്റെ കാർ ചാവിയും പെരൻ്റെവും പീടിയൻ്റെ ഒക്കെ പാടെ മുന്നിൽ വെച്ചൊരു കാറുവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കരിച്ചാൽ നിൽക്കണ മാതിരിയാണ് നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, ഞാനൊക്കെ വെള്ളിയാഴ്ച എൻ്റെ മൊബൈലൊക്കെ പുരയിൽ വെച്ച് പോയില്ല. കാരണം എന്താ അറിയോ, ഒരു മനസ്സമാധാനത്തോടു കൂടി ജുമാക്കൊക്കെ ഒന്ന് പോകാൻ. അപ്പം തിരുത് ഒരു അപ്പുറത്ത് നിൽക്കണോന് നമ്മളെ താക്കോലിൻ്റെ കൂട്ടൊക്കെ പാടെ തോന്നുമ്പോൾ മറ്റോൻ തേങ്ങണോന് തോന്നും, പഠിച്ചോനെ ഇവിടുന്ന് മാറുക നല്ലത്, ഇവൻ്റെ താക്കോലേറ്റ പോയാൽ ഞെൻ്റെ പറയാവോ എന്നൊക്കെ ഒക്കെ ഉണ്ടാവും. ആക്കെ ഒന്ന് ഫ്രീ ആയിട്ടൊരു മനസ്സമാധാനത്തിലൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ അള്ളാൻ്റെ പള്ളിയിലൊക്കെ നിന്ന് എന്തോ ഒരു സലാസായിട്ട് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സലാം തന്ന് അപ്പുറമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നിങ്ങളൊരു 1000 ഉറുപ്പ്യ തരണമെന്ന് പറയുമ്പോൾ അയാൾ ചിലപ്പോൾ ഒരു 10,000 ഉറുപ്പ്യ എടുത്തരും. പടച്ചോനെ അയാൾ മുതലാളിയാ എന്ന് അപ്പോഴാണ് മനസ്സിലാകുക. പടച്ചോൻ എന്തോ ഒരു ഹൈറായി അയാൾക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഓരോന്നും അള്ളാഹു. എന്നിട്ട് അല്ല പറയാ, അത് പറയും. രണ്ടാമത്തത് പറയാ, ഔ തഖൂല അന്നല്ലാഹു അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. പടച്ചോനെ ഇജ് എനിക്ക് ഹിദായത്ത് തന്നിക്കണേ, ഞാൻ അന്ന് തന്നെ നന്നാവൂലോ നിങ്ങൾ അവിടെ വന്ന് പറയും. അതിൻ്റെ മുമ്പ് തന്നെ അള്ള പറഞ്ഞിട്ട് ആരിസ് മൊലി കുത്തുബി കൂടി നമുക്ക് പറഞ്ഞെന്ന ആയത്തപ്പം ഞാൻ ഈ പറയുന്നത്. ഏത് പടച്ചോനെ ഇജ് ഹിദായത്ത് തരുന്ന ആളല്ലേനോ, ആ പെരുന്തൽമണ്ണയൊക്കെ കുറേ ആൾക്ക് കൊടുത്തപ്പോൾ ഇച്ചൂടി തന്നിക്കണേ ഞാനും എത്ര നന്നാകുമായിരുന്നു. അത് ഇപ്പം പറയണ്ട, അവിടുന്ന് പറയണ്ട, ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഇനി അതും പറഞ്ഞ് അവിടെ വരണ്ട. ഇനി നമ്മളെന്താ പറയുക, അള്ള പറയാ, നമ്മൾ പറയേണ്ടതൊക്കെ അള്ള പറഞ്ഞു. ഇനി ഒന്നും കൂടി പറയാ, ഔ തഖൂല ഹീന തറല്ലദാബ
വമ്പിച്ച ശിക്ഷ കാണുമ്പോൾ ലൗ അന്നലീ കറത്തൻ, ശിക്ഷയിൽ നിന്ന് മാറിക്കൊണ്ട് രണ്ടാമതൊരു മടക്കം എൻ്റെ നാട്ടിലേക്കുണ്ടായിരുന്നുവെങ്കിൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ മുഹ്സിനുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നു റബ്ബേ. ശിക്ഷ കാണുമ്പോൾ, ഭയങ്കര ശിക്ഷ ചൂടുമൊക്കെ കാണുമ്പോൾ ഞാനും നിങ്ങളും പറയുമല്ലോ പഠിച്ചോനോട്, പഠിച്ചോനെ ഇതൊക്കെ അവിടുന്ന് തന്നെ കാട്ടിത്തരികയാണ്, ഞാൻ ചൊവ്വനും ചേൽക്കും നടക്കുക, ഇത് ഇച്ച് നല്ല എസിയും കാറ്റും ഒക്കെ തന്നിട്ടല്ലേ, അല്ലെങ്കിൽ ആ പള്ളിക്കൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ പറയുന്നു, അപ്പം അങ്ങനെ ആകാൻ പാടില്ല. ഇത് മൂന്നും നമുക്കുള്ള മറുപടിയാണ്. ഇങ്ങനെയൊന്നും ആകാതെ വളരെ ഹൈറായി വളരെ നന്മയോടുകൂടി നോമ്പിൻ്റെ ആവേശം വിട്ടു പോകാതെ ഏറ്റവും നല്ല മുത്തഖിയായി നമുക്ക് കാണുക. അവസാനം നോമ്പിൻ്റെ പര്യവസാനത്തെക്കുറിച്ചുകൂടി ഒരു ഹദീസും കൂടി പറയട്ടെ. നിങ്ങളെ അനുവാദം ഉണ്ടെങ്കിലേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ അറിയോ, അല്ല സംഗതി ശരിയാണ്, പക്ഷെ എന്നാലും റസൂലുള്ള മുഖം നോക്കിയാൽ പിന്നെ ക്ലാസ് എടുക്കൂല. അതിനൊന്ന് നമ്മളെ മുഖം നോക്കിയാൽ കാലാകാല ക്ലാസ് എടുക്കാൻ തോന്നില്ല, അത് വേറെ വിഷയം. പക്ഷെ അന്ന് സഹാബികളും റസൂലി തമ്മിലൊരു ബന്ധം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മുത്തിന്, കാരണം കച്ചവട സംഘത്ത് യാത്ര പോയാലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മുഖം നോക്കിയിട്ട് ഞാൻ മുഖം നോക്കിക്കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾ തരിക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. എന്താ ഉദ്ധരിക്കണത് നിങ്ങൾ? ഇത് ബഹുമാന്യനായി ഇമാം ഖുത്ബയിലൂടെ പറഞ്ഞതായതുകൊണ്ടാണ് ഞാനിത് റമദാനുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം. അതായത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടി ജൂണിൽ ഓൻ സ്കൂളിൽ ചേർന്ന്, അല്ലെങ്കിൽ ജൂണിൽ ഓൻ മദ്രസ ചേർന്ന്, ഓൻ അങ്ങനെ കുത്തരുന്ന്, ഓൻ പിറ്റേ മാസം അങ്ങനെ കുത്തരുന്ന്, ഓണപ്പരീക്ഷ എഴുതിയാലും ഓന് മാർക്കില്ല. അതോടുകൂടി ഓനെക്കുറിച്ച് മാഷന്മാരൊക്കെ എന്താ പറയും, പൊട്ടകത്ത് ഓനെ പിന്നെ ആരും പഠിപ്പിച്ചില്ല, നോക്കൊന്നുമില്ല അല്ലേ. ഓൻ എന്ത് ചെയ്യുന്നറിയോ, ഓൻ ഈ എല്ലാവരെയും കൂടി ചീത്തയും ഇതൊക്കെ പാടെ കേട്ടിട്ട് ഓൻ മാർച്ച് മാസത്തിലൊരു ഇരുത്തുണ്ട്. ആ ഇരുന്നിട്ടൊരു പഠിച്ചല അതിലിങ്ങോട്ട് പഠിച്ചിട്ട് കാണാം റിസൾട്ട് വരുമ്പോൾ ഓനാവും മുന്നിൽ. ഇനി നോമ്പിനെ കുറിച്ച് പറയാം. സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത ചിലരിതാ തിന്മ ചെയ്തുകൊണ്ട് നരകത്തിലെ പ്രവർത്തികൾ ചെയ്യുന്നത് കാണുന്നു. എന്നാൽ നരകത്തിലേക്ക് ചീട്ടെഴുതി വെച്ചവൻ എന്ന് രേഖപ്പെടുത്തപ്പെട്ട ചിലരിതാ നന്മ ചെയ്യുന്നതും ഇവിടെ കാണുന്നു. കണ്ടോളൂ മക്കളെ, കണ്ടോളൂ. എന്താണ്? പ്രവർത്തനങ്ങളുടെ പര്യവസാനം എങ്ങനെയാണോ അതാണ് റബ്ബ് കണക്കാക്കുക. ഇമാം ഇത് ഖുത്ബയിൽ ബന്ധിപ്പിച്ചത് ഏതായിട്ട് അറിയോ? ഒന്നാമത്തെ 10 കുറെ ആളുകൾ അമലൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി സ്വർഗത്തിന്റെ വക്താക്കളായി. 2-ാം 10 ഞങ്ങൾ പറഞ്ഞു. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, പള്ളിക്കൊക്കെ പോണു, അല്ലാ ഓൻ ഭയങ്കര സ്വർഗത്തിന്റെ ആളാ. ഇന്ന് നാട്ടുകാരും പെരിന്തൽമണ്ണക്കാരും ഒക്കെ ഇങ്ങളെയൊക്കെ കുറിച്ച് പറയാൻ തുടങ്ങി. വേറെ ചിലരെ കാണുമ്പോഴോ ഓൻ പള്ളിക്കൊക്കെ പോയല്ലോ, ഓനറ്റം നിക്കരിച്ചല്ലോ, ഓന് വല്ല റമദാന്റെ അന്തമുണ്ടോ, ഓന് വല്ല ബോധമുണ്ടോ. അങ്ങനെ നാട്ടുകാരൊക്കെ ചിലരെ സ്വർഗത്തുക്കും ചില നരകത്തുക്കും ഒക്കെ ആക്കിച്ചു. എന്നിട്ട് ഇമാമ് പറയാ, അവസാനത്തെ 10 എത്തിയപ്പോൾ ദാ സ്വർഗത്തേക്ക് പോകാനുള്ള ആൾ പോകാമെന്ന് കണക്കൂട്ടിയോലൊക്കെതാ കുറേ അങ്ങനത്തെ അമലൊന്നും ചെയ്യാതെ നരകത്തേക്ക് പോകാനുള്ള അമലേറ്റ് ഇതാ നടക്കണ ഇതാ കാണുന്നു. നരകത്തേക്ക് പോകുന്നു. നാട്ടുകാരും ജനങ്ങളും ഒക്കെ വിലയിരുത്തി ഒരമലും ഇല്ലാന്ന് തോന്നിയോതാ സ്വർഗത്തേക്ക് പോകാനുള്ള അമലും ചെയ്തങ്ങനെ കാണുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയാ, കൂട്ടരെ ആദ്യത്തെ നിങ്ങളെ ഉഷാറുണ്ടല്ലോ അതൊന്നും അല്ല നോക്കുക, അല്ല അവസാനത്തെ അമലാട്ടോ നോക്കുക. അതുകൊണ്ട് ആഞ്ഞു പിടിച്ചോളി തന്നെയാണ്. നമ്മൾ ആദ്യം നോറ്റോൻ ഓൻ പള്ളിക്കൊക്കെ ഒന്നും പോകാൻ നേരത്തെ ഓൻ തീയണം, ഓൻ പള്ളിക്ക് തന്നെ കുത്തിർക്കുക. കാരണം എന്താ പറയുക, ആദ്യത്തിൽ ഏതായാലും കിട്ടിയില്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും അവസാനമാട്ടെ. അവസാനം നോമ്പിനും ഓൻ പള്ളിക്ക് വന്ന് മുസാഫിർത്ത് ഇങ്ങനെ ഓതിയിട്ട് അപ്പോഴേക്കാരോ അവിടെ തെക്കുവീർ എല്ലാം തുടങ്ങുന്നുണ്ട്. നമ്മൾ അതെന്തായാലും അത് മാസം ഉറപ്പിച്ചതാണ്, അത് ശരി പെരുന്നാളിൻ്റെ അത് പറയും അല്ലേ. അപ്പോൾ ആ മുസാഫ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പറയും, ഈ നോമ്പ് എനിക്ക് കിട്ടി. നമ്മൾ ചിലപ്പോൾ കാലിയൊന്നും ഉറപ്പിച്ചിട്ടല്ലോ, പെരുന്നാൾ ഉറപ്പിച്ചാൽ കാലിയാരൊന്നും വേണ്ട, അതൊക്കെ മാർക്കറ്റിൽ നിന്ന് ഉറക്കും. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കൂടി ഇറച്ചിയും 10 കിലോ ഇറച്ചിയും 15 കിലോ ഈ കജിലും ആ കജിലും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇറച്ചിക്കാരൻ ചോദിച്ചു, ഇത് വാങ്ങിയിട്ട് അതിപ്പോൾ നാളെ പെരുന്നാളാവും, നിങ്ങൾ 20 കിലോ വാങ്ങിക്കണം, എന്നാൽ മിക്കവാറും നാളെ പെരുന്നാളിന് നേക്കാരോ. അങ്ങനെ വെക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ മറ്റോ ഖുർആൻ അങ്ങനെ പിടിച്ച് നമ്മൾ ഈ ഇറച്ചി പിടിച്ചേണ്ടി വരും ഇങ്ങനെ. അതായത് ഇഞ്ച ഇറച്ചി കിട്ടിയറിഞ്ഞ് അതാ ഈ പറഞ്ഞത്. ഞാൻ ഈ ഹദീസ് ഇതേറ്റ് ബന്ധിപ്പിച്ച് വായിച്ചപ്പോൾ ഇന്നലെ കുലുങ്ങിപ്പോയി സത്യത്തിൽ. കാരണം മിഞ്ഞാന്നാണ് ഇത് ഖുതുബക്ക് വേണ്ടി ഇത് ഇമാമുമാരുടെ
ഖുത്ബകൾ ഒരു 5 സെലക്ട് ചെയ്തിട്ട് അതിന്നിങ്ങനെ പോയിന്റ് ചെയ്തെടുക്കുമ്പോൾ പടച്ചോനെ ഇത് കേരളത്തിൽ മുഴുവൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ് തോന്നിപ്പോയി. ഇത് നിങ്ങളെങ്കിലും കേട്ടല്ലോ, ആ വേരാമ്പ്ര പള്ളിയിലുള്ളവരും കേട്ടു. ഇത് ഭയങ്കര സംഭവമാണ്. റസൂൽ അങ്ങനെ പൊതുവായ എല്ലാ കാര്യത്തിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പറയണേ. ആദ്യത്തിൽ 1-ാം ക്ലാസ്സിൽ മദ്രസയിൽ റാങ്കൊക്കെ വാങ്ങിയ കുട്ടിനെ പിന്നെ നിരീശ്വരവാദിയായിട്ട് കാണില്ലേ? ഇങ്ങനെയൊക്കെ അവസാനത്തെ നിമിഷാട്ടോ പടച്ചോ നോക്കുക. ആദ്യത്തെ ഒക്കങ്ങളൊക്കെ പൊന്നാര സൂറത്ത് പോയി കാണും, അവസാനം നോക്കിട്ടോന്നാ. അതുകൊണ്ടാണ് എന്നും വെള്ളിയാഴ്ച മെമ്പർമ കയറി എന്ത് പറയണേ, വലാത്ത മൂത്തും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിച്ചരുത് കേട്ടോ. കാരണം എന്താ, ജനിച്ചപ്പങ്ങളൊക്കെ മുസ്ലിമാണ്, അതതിൽ പറയണ്ട. ജനിച്ചപ്പോൾ എല്ലാവരും മുസ്ലിമാ, നീ മരിച്ചുമ്പോൾ മുസ്ലിമാണോ അല്ലേ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്, മറ്റേ പടച്ചോ നോക്കിക്കണെന്നാ. അപ്പോൾ നമ്മൾ ഇതിലും ആവേശത്തോടു കൂടി കർമ്മത്തോടു കൂടി ഉണ്ടാവുക. ഒരു 10 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അള്ളാഹു നമ്മളുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഈ 2-3 ദിവസങ്ങൾ 4 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ 4 നമുക്കുള്ള കൂലിയാക്കി മാറ്റാൻ നമുക്ക് അള്ളാഹു ഒരു നല്ല മനസ്സ് തരുമാറാകട്ടെ. നമ്മളുടെ മഹല്ലത്തിൽ നിന്നും ചുറ്റുഭാഗങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ അള്ളാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.